ഈസി ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. +1 ഇംഗ്ലീഷ് എക്സാമിന് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഏതെല്ലാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വരാൻ ചാൻസ് ഉള്ള ഓരോ ലെസണിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ഓരോ ചോദ്യവും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസിന് പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്താൽ മതി. അവിടെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ലെസൺസും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസ് അവിടെ ലഭ്യമാണ്. സോ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ലെസൺ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. വളരെ എളുപ്പമുള്ള ഒരു കുഞ്ഞു കഥയാണ്. അപ്പോൾ അതിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മദർ, ഫാമിലി, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റിലയൻസ്, ഇങ്ങനെയൊക്കെ വരാം. ഇതിൽ സെൽഫ് കോൺഫിഡൻസും സെൽഫ് റിലയൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മദറും ഫാമിലി ഇതൊക്കെ ഇതിൻ്റെ തീമായിട്ട് വരുന്നതാണ് ഈ സ്റ്റോറിയുടെ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യം നോക്കണം. എങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്? ചിലപ്പം ജനറലായിട്ട് എഴുതാനുള്ളതായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ഈ ഒരു ലെസൺ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിങ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിനൊന്ന് ഉദാഹരണമായിട്ട് എടുത്ത് ഈ കഥയിൽ നിന്നും കാര്യങ്ങൾ എടുത്ത് എഴുതാൻ ഉണ്ടാവും. അപ്പോൾ ചോദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അത് ജനറലായിട്ട് എഴുതാനുള്ളതാണോ, നമ്മുടെ ജീവിതത്തിൽ നിന്നും എഴുതാനുള്ളതാണോ, അതല്ല ഈ ഒരു സ്റ്റോറിയിൽ നിന്നും കാര്യങ്ങൾ എടുത്തെഴുതണോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് 4 മാർക്കിനും 6 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇനി ഹൗ ഡിഡ് യുവർ മദർ ഓർ എ ഫാമിലി മെമ്പർ പ്ലേ എ വൈറ്റൽ റോൾ ഇൻ യുവർ സക്സസ്? ഇങ്ങനൊരു ചോദ്യം വരാം. എങ്ങനെയാണ് നിങ്ങളുടെ അമ്മ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട റോള് ചെയ്ത് നിങ്ങളുടെ സക്സസ് വിജയത്തിൽ, അതല്ലെങ്കിൽ ഹൗ ഡിഡ് ഷീ ഹെൽപ്പ് യു ഓവർകം എ ചലഞ്ച് ഇൻ യുവർ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടായതിൽ എങ്ങനെയാണ് നിങ്ങളുടെ അമ്മ നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് ആ ചലഞ്ചിനെ ഓവർകം ചെയ്യാൻ? അമ്മ അതല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാം. ഇതൊക്കെ മുമ്പ് ചോദിച്ചതാണ്. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ ആനുവൽ എക്സാമിൻ്റെ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ഇങ്ങനെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിൻ്റെ ആൻസർ? ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ +1 സ്റ്റുഡൻസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും ടെൻഷൻ അടിച്ചൊരു ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ SSLC എക്സാം ആയിരിക്കും. ഏറ്റവും കഴിഞ്ഞൊരു പൊതുപരീക്ഷയായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ മദർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇനിയിപ്പോൾ എനി ഓഫ് എ ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞാലും മദർ നിങ്ങളെ SSLC എക്സാമിന് എങ്ങനെ സഹായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. When I was studying in 10th grade, I was very tensed because I was writing a public examination for the first time. And everybody had a lot of expectation that I would score full A+ in all subjects. But I couldn't get good marks in my model exams or in terminal examinations. So I was so worried. At that time, my mother stood with me. She always helped me. She always cared me. She sometimes stayed up late at night when I was studying. ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ആഡ് കേട്ടോ. അതുപോലെ തന്നെ ഐ ബേൺഡ് മിഡ് നൈറ്റ് ഓയിൽ എന്ന് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ഉറക്കം ഇളച്ചു പഠിച്ചു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഐ ബേൺഡ് മിഡ് നൈറ്റ് ഓയിൽ. അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാലം ഇങ്ങനെ എഴുതുക. അവസാനം when the result was published, I had full A+ in all subjects. എന്നൊക്കെ എഴുതാം. ഇതിപ്പോൾ ഒരു രീതി, കുറച്ച് സെൻറ്റൻസ് ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ എഴുതണം എന്നില്ല, പക്ഷേ ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അപ്പോഴും നോക്കണം എന്തെങ്കിലും റെഫറൻസ് ആ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്റ്റോറിയുടെ, അതായത് എങ്ങനെയാണ് മദർ സീഗൾ യങ് സീഗളിനെ സഹായിച്ചത്, ആ കാര്യം കൂടെ എഴുതേണ്ടി വരും. ഇനി അതല്ല നമുക്ക് കംപ്ലീറ്റ്ലി പുറത്തുനിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എഴുതേണ്ടതെങ്കിൽ ആ രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ ചോദ്യം കറക്റ്റായിട്ട് നമ്മൾ വായിക്കണം. ഒരു 3-4 ചിലപ്പോൾ 5 വരികളൊക്കെ ഉണ്ടാവും ഒരു ക്വസ്റ്റ്യനൊക്കെ. ആ സമയത്ത് അത് മുഴുവൻ വായിക്കുക. ആ ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്തായിരിക്കും എങ്ങനെ എഴുതണം എന്നുള്ളത്. ചിലപ്പോൾ എന്താ വെച്ചാൽ തുടക്കം ഇങ്ങനെ ആ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കാര്യം പറയാം, ഏറ്റവും അവസാനമായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അവസാനത്തെ 2 വരിയായിരിക്കും, 4 വരി സ്റ്റോറിയുമായി ബന്ധപ്പെട്ടതും അവസാന 2 വരി ക്വസ്റ്റ്യനും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നോക്കണം. സ്റ്റോറിയുമായി കണക്ട് ചെയ്ത് എഴുതണോ അതല്ല നമ്മൾ സ്വന്തം ജില്ലയിൽ എഴുതണോ എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അല്ല. ഗോഡ് കുഡിൻ
ബി പ്രസൻറ്റ് എവറിവെയർ സോ ഹി ക്രിയേറ്റഡ് മദേഴ്സ്. ടാഗോറിൻ്റെ ഒരു കോട്ടാണ്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് മദർ അല്ലെങ്കിൽ മദർ എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു, ഇതുമാതിരി മദറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു കോട്ട് എഴുതാൻ പറ്റും കേട്ടോ. എന്നിട്ട് എഴുതാം. അപ്പോൾ കോട്ടൊക്കെ എഴുതിയിട്ട് പിന്നെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗോഡ് കുഡിൻ ബി പ്രസൻറ്റ് എവറിവെയർ സോ ഹി ക്രിയേറ്റഡ് മദേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാഗോറിൻ്റെ കോട്ട് നിങ്ങൾക്ക് എഴുതാം. പിന്നെ അതേപോലെ തന്നെ +2 നിങ്ങളിനി പഠിക്കാൻ പോകുമ്പം +2 ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ എന്താണ് ഈ മദറിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലൈവ് TV റിപ്പോർട്ട് ഓഫ് യങ് സീഗൾസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. യങ് സീകളിൽ അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്, അതിന് ആദ്യമായിട്ടുള്ളതിൻ്റെ പറക്കൽ, അത് ലൈവ് TV റിപ്പോർട്ട് എഴുതാൻ. ലൈവ് TV റിപ്പോർട്ട് വരും നിങ്ങൾക്ക് +1 എന്തായാലും വരും, നമുക്ക് ഉറപ്പിക്കാം. അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് സാധ്യത പറയുന്നില്ല, പക്ഷേ ഇത് ഒരു ടേമിൽ എക്സാമിനോ മറ്റോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സാധ്യത കുറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, മനസ്സിലാക്കണം. ലൈവ് TV റിപ്പോർട്ട് ഓഫ് യങ് സീഗൾസ് ഫസ്റ്റ് ഫ്ലൈറ്റ് വലിയൊരു സാധ്യത ഞാൻ പേഴ്സണലി കാണുന്നില്ല. അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മദർ സീഗൾ, ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിലും ഈ ഒരു ചോദ്യവും, അതായത് മദർ സീഗളിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനും വലിയൊരു ചാൻസ് കാണുന്നില്ല. ചിലപ്പോൾ എങ്ങനെയും വരാം, അത് ചോദ്യം ഇടുന്ന ആളുടെ അനുസരിച്ചിരിക്കും. അപ്പോൾ അവരുടെ അന്നത്തെ ഒരു മൂഡിനനുസരിച്ചിരിക്കും ആ ചോദ്യമൊക്കെ, അല്ലേ? അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഞാനിത് പൂർണ്ണമായിട്ട് വരില്ല എന്നോ എന്തായാലും വരുമെന്നോ പറയുന്നില്ല, പക്ഷേ സാധ്യത കുറവാണ് എന്ന് വേണം പറയാൻ. ഇനി അടുത്തത് പാരഗ്രാഫ്, ലെറ്റർ, സ്പീച്ച്, റൈറ്റപ്പ്, മെയിൽ. ഇതിപ്പോൾ ഏതും വരാം. പാരഗ്രാഫ്, ലെറ്റർ, സ്പീച്ച്, റൈറ്റപ്പ്, മെയിൽ, ഇത് ഏത് വന്നാലും ആ ഫോർമാറ്റിങ്ങൾ ഫോളോ ചെയ്യാം. ഓൺ ഹൗ ദി സ്റ്റോറി മോട്ടിവേറ്റഡ് യു, അതും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നിങ്ങളുടെ ലെറ്ററിന്, നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുക, ഈ സ്റ്റോറി എങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു പിന്നെ മെയിൽ അയക്കുക, ഈ സ്റ്റോറി എങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു, അതിൻ്റെ സമ്മറിയും കാര്യങ്ങളും തീമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഴുതാൻ. അപ്പം പിന്നെ റീഡിങ് കോമ്പ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ വരും. അതിപ്പോൾ ഏത് ലെസണിൽ വരും, ഈ ലെസൺ കണ്ടമാനം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് പിന്നെ ഏത് ലെസണിൽ വരും റീഡിങ് കോമ്പ്രിഹെൻഷൻ. അപ്പോൾ ഇത്രയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് വരാൻ ചാൻസ് ഉള്ളത്. അതിൽ തന്നെ പിന്നെ ലൈവ് TV റിപ്പോർട്ടിന് മുകളിലുള്ള അത്രയും ഭാഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ റീഡിങ് ക്വസ്റ്റ്യൻ വന്നേക്കാം. അതേപോലെ തന്നെ പാരഗ്രാഫ്, ലെറ്റർ, സ്പീച്ച്, റൈറ്റപ്പ്, ഈ മെയിലൊക്കെ ഒന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഈ സ്റ്റോറി മോട്ടിവേറ്റ് നിങ്ങളെ, അതല്ലെങ്കിൽ ബ്ലോഗ് എഴുതാനൊക്കെ പറയാം. അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ റൈറ്റപ്പ് ചോദിച്ചാലും പാരഗ്രാഫിൽ എഴുതാം, ഒക്കെ അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിലൊക്കെ തന്നെ ഇതിന് വരുള്ളൂ ക്വസ്റ്റ്യൻസ്. ഇനി ഐ വിൽ ഫ്ലൈ എന്ന ലെസണിൽ നിന്ന് കലാമിൻ്റെ ഒരു പ്രൊഫൈൽ വന്നുകൂടായികയില്ല. ഓക്കെ, ഇനിയിപ്പോൾ പ്രൊഫൈൽ ആർത് വന്നാലും നിങ്ങൾക്ക് എഴുതാം. പുറത്തുനിന്നൊക്കെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രൊഫൈൽ വന്ന് കണ്ടിട്ടുണ്ട്, അല്ലേ? അതേപോലെ തന്നെ പുറത്തുനിന്നൊക്കെ പല പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട പ്രൊഫൈലാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ കലാമിൻ്റെ ചോദിച്ചാലും ആർത് ചോദിച്ചാലും നമുക്ക് എഴുതാം, ഇത് വിഷയമേ അല്ല. അടുത്തത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ടു കലാം ഓർ ടു ദ ബോയ്. ഇത് വരാൻ ചാൻസ് ഉണ്ട്. അത് കലാമിനോട് അതല്ലെങ്കിൽ ആ ബോയിനോട്. അപ്പോൾ കലാമിനെക്കാളേറെ കൂടുതൽ കലാമിനോട് ചോദ്യം ചോദിച്ചാൽ ആ ടെൻഷൻ ഉണ്ടായിരുന്ന ആ ബോയ് ഉണ്ടായിരുന്നല്ലോ, ആ ഗ്രാമത്തിൽ നിന്ന് വന്ന ബോയ്, അവനോട് ചോദിക്കാൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ ചോദിച്ചേക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ആ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് മാത്രമാണോ എഴുതേണ്ടത്, അതിൻ്റെ റെസ്പോൺസ് കൂടെ എഴുതണോ എന്നാണ്. അപ്പോൾ ചോദ്യം ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. റെസ്പോൺസസ് എന്നുകൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കൂടെ നിങ്ങൾ എഴുതണം, നിർബന്ധമാണ്. അതല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ മാത്രം മതി. ഓക്കെ, അപ്പോൾ എക്സ്പ്ലെയിൻ എന്നൊക്കെ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞാൽ ആൻസർ ചെയ്യുമ്പോൾ കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ബുദ്ധിപരമായിട്ട് പിന്നെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ചാനലിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും അതിൻ്റെ പോസിബിൾ ആൻസേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പോസിബിൾ റെസ്പോൺസസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, നിങ്ങളത് പോയി കാണുക. അപ്പോൾ റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആരോടും ചോദിക്കാൻ പറ്റിയ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അതിലുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ഏത് ആളോട് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന കുറേ ചോദ്യവും ആൻസറും ഉണ്ട്. ഇനി സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് കുഴപ്പമില്ല, ഏറ്റവും നല്ല അത് തന്നെയാണ്. പക്ഷേ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോഴെല്ലാം ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് കുട്ടികൾ പലപ്പോഴും ചെറുതായിട്ടെങ്കിലും തെറ്റിക്കും. 1-2 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കറിയാം 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെങ്കിൽ അതിലിപ്പോൾ 2 തെറ്റി കഴിഞ്ഞാൽ 2 മാർക്കേ കിട്ടുള്ളൂ. ഇനി 6 ചോദിച്ചാൽ 6 എഴുതുമ്പോൾ 2 തെറ്റി 4 കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എപ്പോഴും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ കുറഞ്ഞ സമയം മതിയല്ലോ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ ആൻസർ പോസിബിൾ റെസ്പോൺസ് എഴുതാൻ ഉണ്ടെങ്കിൽ പോലും കുറഞ്ഞ സമയം മതി. സോ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സ്ട്രാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ അല്ല, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതണം. അപ്പോൾ 6 ചോദിച്ചാൽ ഒരു 8-9 എഴുതണം. അതാണ് ഞാൻ പറയാറുള്ളത് കുട്ടികളോട്. അല്ലെങ്കിൽ 4 ചോദിച്ചു കഴിഞ്ഞാൽ 5-6-7 എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് നല്ലതാണ്, പക്ഷേ നിങ്ങളത് ഉറപ്പിക്കണം അത് ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് കറക്റ്റാണ് എന്നുള്ളത്. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ
പിന്നെ എന്താണ് പറയുക, നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കുറച്ച് റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻ കൂടെ അതിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാം. ഇനി ലെറ്റർ ഓർ മെയിൽ ടു ദ ബോയ് കലാം, അങ്ങനെയും വരാം. നിങ്ങൾ എന്താണ് ആ ബോയ് കലാമിനോട് ചോദ്യം ചോദിച്ച പിന്നെ ബോയ്ക്ക് ഒരു ലെറ്റർ, കലാമിനോട് ഒരു ലെറ്റർ അങ്ങനെയും പ്രതീക്ഷിക്കാം. പക്ഷെ അതിനേക്കാളും ചാൻസ് കലാമിനോട് ചോദ്യം ചോദിച്ചാൽ ബോയിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ നിങ്ങളോട് എഴുതാൻ പറഞ്ഞേക്കാം. അപ്പോൾ അതും നിങ്ങൾ എഴുതേണ്ടി വരും. ഇനി ഹൗ ടു ബി യുണീക്ക്, എങ്ങനെ യുണീക്ക് ആവാം. ഹൗ ടു ബി യുണീക്ക് എന്നുള്ളത് എന്താണ്, കലാം അതിൽ പറയുന്നുണ്ട്, എന്താണ്, ഡു നോട്ട് ട്രൈ ടു ഇമിറ്റേറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ബി ഡിഫറെൻറ്റ് ആൻഡ് ഫോളോ യുവർ പാത്ത്, ഫോളോ യുവർ പാഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഒരു 4 മാർക്കൊക്കെ പക്ഷേ ചോദിച്ചേക്കാം. നെക്സ്റ്റ്, സ്പീച്ച് ഓർ ആർട്ടിക്കിൾ, ലെറ്റർ, മെയിൽ. ഇനി അതിൽ ബ്ലോഗും വരാം കേട്ടോ. ഓൺ കലാംസ് വേർഡ്സ്, കലാമിൻ്റെ വാക്ക്, അതായത് യുണീക്ക് എങ്ങനെയാവും, എങ്ങനെ യുണീക്ക് ആവും. അപ്പോൾ കലാം എന്താ പറഞ്ഞത്, ദ ഹോൾ വേൾഡ് ഈസ് ട്രൈയിങ് യു ടു ബി ലൈക്ക് സംവൺ എൽസ്. അതൊരു വലിയ ചലഞ്ചാണ്. യു ഹാവ് ടു ബി യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളാവുക, ബി യുണീക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു സ്പീച്ച് ചിലപ്പോൾ ചോദിച്ചേക്കാം, ആർട്ടിക്കിൾ ചോദിച്ചേക്കാം, ലെറ്റർ ചോദിച്ചേക്കാം, മെയിൽ ചോദിച്ചേക്കാം, ഇനി ബ്ലോഗ് ചോദിച്ചേക്കാം. ഇതൊക്കെ നമ്മൾ എഴുതണം. ഏതായാലും ഫോർമാറ്റ് മാറുന്നുള്ളൂ, കോണ്ടന്റ് എല്ലാം സെയിം തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയ്സ് ലെറ്റർ ഓർ മെയിൽ ഓർ സ്പീച്ച് ഓൺ കലാംസ് വേർഡ്സ്. ബോയ് നിങ്ങൾക്ക് എഴുതുന്നത്, അല്ലെങ്കിൽ ബോയ് അവൻ്റെ സുഹൃത്തിന് എഴുതുന്ന ഒരു ലെറ്റർ, അതല്ലെങ്കിൽ മെയിൽ, അതല്ലെങ്കിൽ സ്പീച്ച്, കലാമിൻ്റെ വേർഡ്സ്. എങ്ങനെയാണ് കലാമിൻ്റെ വേർഡ്സ് അവനെ മോട്ടിവേറ്റ് ചെയ്തത്? ഇതെല്ലാം സെയിം തന്നെ ആയിരിക്കും, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരൂ അല്ലേ. ആ കലാമിൻ്റെ വേർഡ്സ് അവൻ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു, യുണീക്ക് അവൻ പറഞ്ഞത് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു, ഇതൊക്കെ ഓക്കെ. ഇനി ഹൗ ടു ബി യുണീക്ക് ലാസ്റ്റ് നമ്മൾ പിന്നെ റിപ്പീറ്റേഷനാണ്, സെയിം ക്വസ്റ്റ്യൻ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് എങ്ങനെ ഗ്രേറ്റ് ആവാം, എങ്ങനെ ഒരു ഐഡിയൽ പേഴ്സൺ ആവാം, അങ്ങനെ ഒരു ഗ്രേറ്റ് മാൻ ആവാം എന്നൊക്കെ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പേഷ്യൻസ് വേണം, ക്ഷമ വേണം. ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തട്ടോ. പേഷ്യൻസ്, ക്ഷമ വേണം, കോൺഫിഡൻസ് വേണം, ഹെൽപ്പിംഗ് മൈൻഡഡ് ആവണം, സിമ്പതറ്റിക് ആവണം, അനുകമ്പ ഉണ്ടാവണം, എംപതറ്റിക് ആവണം. അപ്പോൾ അനുകമ്പക്കാർ മുകളിലേക്കുള്ളത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ഒരാളുടെ വിഷമമൊക്കെ കാണുമ്പം അയാൾക്കുള്ള അതേ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് എംപതറ്റിക് ആവുക കേട്ടോ. അങ്ങനെയൊക്കെ വേണം. കൺസിസ്റ്റൻ്റ് ആവണം, കൺസിസ്റ്റൻസി ഉണ്ടാവണം. പെർസിവറൻസ് മീൻസ് വീണ്ടും വീണ്ടും പരിശ്രമിക്കുക, തോറ്റാലും വീണ്ടും വീണ്ടും ശ്രമിക്കുക കിട്ടുന്നത് വരെ, അതാണ് പെർസിവറൻസ്. ഡിറ്റർമൈൻഡ്, നിശ്ചയദാർഢ്യം ഉള്ളവനാവണം. ഹാർഡ് വർക്കിംഗ് ആവണം. ഓണസ്റ്റി ഉണ്ടാവണം, അതായത് ഓണസ്റ്റ് ആവണം. ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം. ഇൻറ്റഗ്രിറ്റി പിന്നെ ഇവിടുത്തെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഓണസ്റ്റിയേക്കാൾ ഉയർന്ന തലത്തിലേക്കുള്ള കാര്യമാണ്. ഓണസ്റ്റി എന്താണ്? സത്യസന്ധത. അതിനേക്കാൾ ഉയർന്ന സത്യസന്ധതയാണ് ഇൻറ്റഗ്രിറ്റി. ഇവിടെ ആ ഒരു അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്. ഓപ്റ്റിമിസ്റ്റിക് ആവണം, ശുഭാപ്തി വിശ്വാസമുള്ളവനാവണം. വിഷണറി, ഒരു വിഷൻ വേണം, ഒരു കാര്യം ചെയ്യുമ്പം അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഹാർഡ് വർക്കിംഗ് ആവണം. പിന്നെ അതേപോലെ തന്നെ ഗ്രിറ്റ്, അതായത് സ്ട്രെങ്ത് ഓഫ് മൈൻഡ്, അതാണ് ഗ്രിറ്റ്, GRIT. ഇതിൽ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്തരം പോയിന്റ്സ്, ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കതിങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും, ഈ ഒരു തീവ്ര ബേസ് കൊണ്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് എഴുതാം. ഇനി അടുത്ത ലെസൺ, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. അതിൽ ഏറ്റവും കൂടുതൽ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ ചോദിച്ചത് കാണാം. ചിലപ്പോൾ ജെയിൻ വൈൽഡിൻ്റെ പ്രൊഫൈലും ചോദിച്ചേക്കാം. അപ്പം അതൊക്കെ എഴുതണം, എളുപ്പമാണല്ലോ പ്രൊഫൈലിൽ. ഇനി അടുത്തത്, ഹോക്കിങ്സ് ഓർ ജെയിൻ വൈൽഡ്സ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്, അല്ലെങ്കിൽ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി ഒരു കമ്പാരിസൺ വരും. അപ്പോൾ ഹോക്കിങ്ങിൻ്റെ ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് പറയുമ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചപ്പോൾ എങ്ങനെ എഴുതാം? അതായത് ഇപ്പോൾ ഹോക്കിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ എന്താ എഴുതാം? അതേപോലത്തെ അത് തന്നെയാണ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്. ആ കാര്യങ്ങളൊന്ന്, രീതി, എന്തൊരു സ്വഭാവമാണ്, ഏത് ടൈപ്പ് അയാളായിരുന്നു, അയാളുടെ താല്പര്യം എന്തായിരുന്നു, അതൊക്കെ നമുക്ക് എഴുതാം. നമുക്ക് ലെസൺ വായിച്ചാൽ മനസ്സിലാവും. ജെയിൻ വൈൽഡിൻ്റെതും ചോദിക്കാം. അത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യാനും ചോദിക്കാം. അപ്പോൾ ഏത് രീതിയിലും വരും, നമ്മളത് ശരിക്ക് നോക്കുക. പിന്നെ പ്രൊഫൈൽ നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ആര് തോന്നാലും നമുക്ക് എഴുതാം. പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ജെയിൻ വൈൽഡിനോട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പം അത് ജെയിൻ വൈൽഡിനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻസ് ഈ ചാനലിൽ ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, തെറ്റിക്കാറുണ്ട് കുട്ടികൾ. അത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പോലും തെറ്റിക്കും. കാരണം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അത്ര പരിചയം ഉണ്ടാവില്ല, അതിനൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻസ് കൂടെ അതിലേക്ക് എഴുതുന്നതായിരിക്കും നല്ലത്. ഇനി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ജെയിൻ വൈൽഡ് ഓർ ഹോക്കിംഗ് വരാം. അത് ജെയിൻ വൈൽഡിനോട് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. നെക്സ്റ്റ്, മെയിൽ ലെറ്റർ ടു ജെയിൻ വൈൽഡ്. ജെയിൻ വൈൽഡിനോട് ഒരു മെയിൽ നിങ്ങൾ അയക്കുക, ലെറ്റർ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട്, അത് വരാൻ ചാൻസ് ഉണ്ട്. ഹൗ ഡിഡ് ജെയിൻ ഹെൽപ്പ് ഹോക്കിംഗ് റീഗെയിൻ ഹിസ് സ്പിരിറ്റ് ആഫ്റ്റർ ദ ഡയഗ്നോസിസ് ഓഫ് ഹിസ് ഡിസീസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ രോഗനിർണയം, അതായത്
പിന്നെ അമ്യോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ്, അതായിരുന്നല്ലോ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അസുഖം. ആര്? സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ടായിരുന്നത് അമ്യോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ്. അപ്പോൾ സ്പെല്ലിംഗ് തെറ്റാതെ പഠിക്കണം. ആ ലെസന് മറിച്ച് നോക്കൂ, സ്പെല്ലിംഗ് തെറ്റാതെ പഠിച്ചോ. ഈ ലെസണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റനൊക്കെ വന്നാൽ അതിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്പെല്ലിംഗ് തെറ്റാതെ പഠിച്ചാൽ നിങ്ങൾക്കൊരു പഞ്ചായിരിക്കും, ഒരു നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചറിന്. പിന്നെ എങ്ങനെയാണ് ജെയിൻ വൈൽഡ് ഹോക്കിങ്ങിൻ്റെ സ്പിരിറ്റ് വീണ്ടെടുക്കാൻ സഹായിച്ചത്? അതായത് എങ്ങനെയാണ് ജെയിൻ വൈൽഡ് ഹോക്കിങ്ങിനെ സഹായിച്ചത് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഇവരുടെ കമ്പാരിസണോ ജെയിൻ ഹോക്കിങ്ങിനെ കുറിച്ച് ചോദിച്ചാലൊക്കെ ഈ കാര്യം എഴുതാം, ഈ ക്വസ്റ്റ്യൻ അതിൽ വരും. ഇത് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഈഫ് എന്ന ലെസൺ, അതായത് ഈ യൂണിറ്റിലെ അവസാനത്തെ ലെസനാണ്. ഇതൊരു കവിതയാണ്. അപ്പം ഈഫ് എന്നിപ്പോൾ എങ്ങനെ വരിക? അപ്രീസിയേഷൻ വരുമോ? ഇല്ല. നിങ്ങൾക്കറിയാലോ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ലെസണിൽ നിന്നും അപ്രീസിയേഷൻ ഡയറക്റ്റ് ചോദിക്കാറില്ല, പുറത്തുനിന്നാണ് വരിക. അപ്പോൾ അത് മനസ്സിലാക്കണം. പക്ഷേ ഇതിൽ നിന്നും ഒരു 4, 8, 6 വരി തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, എക്സ്പ്ലനേഷൻ ഓഫ് 4 to 8 ലൈൻസ് അങ്ങനെ വരികൾ തരും. അപ്പോൾ എല്ലാ വരികളുടെ അർത്ഥം അറിയണം. അവിടെയുള്ള ഫിഗർ ഓഫ് സ്പീച്ച് കാരണം ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ 2 വരി തന്നിട്ട് അതെന്താ മീനിങ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ കവിതയുടെ പേരെന്താ ചോദിക്കാറുണ്ട്, ഓതറിൻ്റെ പേരെന്താ ചോദിക്കാറുണ്ട്. അപ്പോൾ അതറിയണം. ഏത് ലെസൻ്റെ ഏത് ഭാഗം കണ്ടു കഴിഞ്ഞാലും അനോട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഭാഗം നിന്നിട്ട് പിന്നെ ചോദിക്കും. അത് പ്രോസ് എന്നൊക്കെയാണ് അനോട്ടേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ 4 വരി 2 വരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന ലെസൺ മനസ്സിലാവണം, ഇത് എഴുതിയിരിക്കുന്ന ആള് ഇന്ന ആളാണെന്ന് മനസ്സിലാവണം. പിന്നെ ഈഫ് എന്ന കവിതയുടെ തീം എന്താ, മെസ്സേജ് എന്താ എന്ന് ചോദിക്കും. ഹൗ ടു ബി എ മാൻ, ഹൗ ടു ബി എ പെർഫെക്റ്റ് മാൻ എന്നതാണ് അതിൻ്റെ മെസ്സേജ് വരുന്നത്. അതൊക്കെ ചോദിക്കും. ഇനി റൈറ്റ് എ പാരഗ്രാഫ് ഓർ ബ്ലോഗ് ഓർ റൈറ്റ് അപ്പ് ഓൺ ഹൗ ടു ബി എൻ ഐഡിയൽ പേഴ്സൺ, പെർഫെക്റ്റ് പേഴ്സൺ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ പോം ഈഫ്. ഈഫ് എന്ന കവിത നിങ്ങൾ വായിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെർഫെക്റ്റ് മാൻ എങ്ങനെയാവണം, അത് ഒരു പാരഗ്രാഫായിട്ടോ ബ്ലോഗായിട്ടോ അല്ലെങ്കിൽ കവിത വായിച്ചിട്ട് നിങ്ങളുടെ ഇംപ്രഷൻ മെയിലായിട്ടോ ലെറ്ററായിട്ടോ സുഹൃത്തിന് അയക്കാനൊക്കെ പറയും. അപ്പോൾ നമുക്ക് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാം. അതേപോലെ തന്നെ ഈ പോയിന്റ്സ്, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്, ഇതിലുള്ള പോയിന്റ്സൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ആണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഓക്കെ, ഈ ലെസന്റെ പ്രത്യേകത എസ്സെ വരാൻ ഏറ്റവും ചാൻസ്. ഇപ്പോൾ ഇതുവരെ ആദ്യത്തെ 4 ലെസണൊന്നും എസ്സെ വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഈ 4നെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട്. പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ പോലും എന്താണ് ആ 4 ലെസൺ, ആദ്യത്തെ യൂണിറ്റിലെ 4 ലെസനെ കണക്ട് ചെയ്തുകൊണ്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒറ്റ ലെസൺ മാത്രം എന്താണ് എസ്സെ നമ്മൾ കാണാറില്ല. പക്ഷേ ഇവിടെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നൊരു ഒറ്റ ലെസണിൽ നിന്ന് എസ്സേക്ക് നല്ല ചാൻസ് ഉണ്ട്. 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എസ്സേ, സ്പീച്ച്, റൈറ്റർ, പാരഗ്രാഫ് ഓൺ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ ഐഡിയൽസ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ആ ലെസൺ വായിക്കണം നന്നായിട്ട്. അത് പോയിന്റ് കിട്ടും, അതിൻ്റെ സമ്മറി നന്നായിട്ട് വായിക്കാൻ കിട്ടും. അടുത്ത് റെലവൻസ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഇൻ ദ മോഡേൺ ഓർ കറന്റ് വേൾഡ്. ഇന്നത്തെ കാലത്ത് ഗാന്ധിയൻ ഐഡിയൽസിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ അതിൻ്റെ പ്രാധാന്യം ചോദിക്കും. അപ്പോൾ എഴുതണം. സെയിം പോയിന്റ്സ് സമ്മർ വായിച്ച് ഒരുപാട് പോയിന്റ് കിട്ടും. അടുത്ത് നെഹ്റൂസ് അസസ്മെന്റ് ഓഫ് ഗാന്ധി. നെഹ്റു എങ്ങനെയാണ് ഗാന്ധി അസസ് ചെയ്തത്? അതായത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ളത് നെഹ്റുവിൻ്റെ വരികളാണ്, നെഹ്റുവിൻ്റെ വാക്കുകളാണ്. അതിന് ഏത് പോയിന്റ് എഴുതി കഴിഞ്ഞാലും എന്താണ് നമുക്ക് എഴുതാൻ പോയിന്റ് കിട്ടും, അതിന് പിന്നെ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നെഹ്റുവിൻ്റെ അഭിപ്രായം തന്നെ. അപ്പോൾ പേടിക്കേണ്ട, ഇതേ സാധനം തന്നെ. അവസാനം ഗാന്ധിജീസ് 2-fold ആക്ഷൻ ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. ഗാന്ധിജിയുടെ 2-fold ആക്ഷൻ എന്താണ്? അപ്പോൾ 2 ഉള്ളത്. ഒന്ന് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ, അതാണ് ഒന്നാമത്തെ പോയിന്റ്, ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. രണ്ടാമത്തെ പോയിന്റ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഇവൽസ്, നമ്മളുടെ സാമൂഹ്യ തിന്മകൾക്കെതിരെ, ലൈക്ക് അൺടച്ചബിലിറ്റി, സതി. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സതി അൺടച്ചബിലിറ്റിക്കെതിരെ പോരാടി. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയും പോരാടി, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അനീതികൾക്കെതിരെയും പോരാടി. ഈ 2 പോയിന്റാണ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് 2 മാർക്കിനായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് നന്നായിട്ട് എഴുതുക. നമുക്ക് നോക്കാനുള്ളത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് നമുക്കറിയാം. ഈ ഒരു ലെസൻ്റെ പ്രത്യേകത, ഇതിന് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ ലെസൺസിന് ഒരു ക്യാരക്ടർ സ്കെച്ചിന് അത്ര ഒരു സ്കോപ്പില്ല. പക്ഷേ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരാൾ മാഗിയാണ്. ക്യാരക്ടർ സ്കെച്ച് മാഗി. മിസ്റ്റർ ഗുപ്തയും മിസ്സസ് ക്ലിഫോർഡൊക്കെ ചോദിച്ചേക്കാം, പക്ഷേ അതിനൊന്നും അത്ര ഒരു സാധ്യത കാണുന്നില്ല. ഏറ്റവും കൂടുതൽ ചാൻസ് മാഗിയാണ്. അതേപോലെ തന്നെ റിവ്യൂ, സ്റ്റോറിയുടെ റിവ്യൂ ചോദിക്കാം. അപ്പോൾ റിവ്യൂയുടെ ഫോർമാറ്റ് ചാനൽ ലഭ്യമാണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ലെറ്ററോ മെയിലോ കോൺവെർസേഷനോ, അതിൽ കോൺവെർസേഷനേക്കാളേറെ ലെറ്ററോ മെയിലോ ആയിരിക്കും ചോദിക്കുക. ഗുപ്ത ടു മാഗി വരും. അപ്പം ഗുപ്ത എന്താണ്, ഇന്ത്യയിലേക്ക് തിരികെ എത്തി, അവിടെ ഒരു കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചു, എന്നിട്ട് ഇത് ഫ്രാങ്കിൻ്റെ ഗ്രേവിൽ വെച്ചു. ശേഷം മാഗിക്ക് അയക്കുന്ന മെയിൽ, ലെറ്റർ. ഓക്കെ, അങ്ങനെ വരാം. അതിലേക്ക് മാഗിയുമായിട്ടുള്ള കോൺവെർസേഷനൊക്കെ വന്നേക്കാം. അതല്ലെങ്കിൽ വേറൊരു ചാൻസ് ഉള്ളത്, ഗുപ്ത നാട്ടിലെത്തി, ശേഷം മാഗി ഗുപ്തക്ക് അങ്ങോട്ട് ലെറ്റർ ചോദിക്കുകയാണ്. ലെറ്ററിൽ
എഴുതുകയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മെയിലിൽ അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയും വരാം. ഇനി അതേപോലെ തന്നെ ഗുപ്ത നാട്ടിലെത്തി. എന്നിട്ട് ഗുപ്ത തൻ്റെ സിസ്റ്ററിനോട് അതൊക്കെ തൻ്റെ ഫ്രണ്ടിനോട് എന്താണ് പറയുക സംസാരിക്കുന്നത് അല്ലെങ്കിൽ നെറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൽ ചെയ്യുന്നത് കോൺവെർസേഷൻ അല്ലെങ്കിൽ ലെറ്ററൊക്കെ വരും. മാഗിയെക്കുറിച്ച് അവിടുത്തെ ഫാമിലിയെക്കുറിച്ച് അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതും ഒരു ചാൻസ് ഉണ്ട് ചോദിക്കാൻ. ഇനി ലെറ്റർ ഓർ മെയിൽ ഫ്രം ആർമി ടു മാഗി ഓൺ ഫ്രാങ്ക്സ് ഡെത്ത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ മുൻപ്. അതായത് ആർമിയിൽ നിന്ന് മാഗിയുടെ വീട്ടിലേക്ക് ഒരു ലെറ്ററോ മെയിലോ വരും ഫ്രാങ്കിൻ്റെ ഡെത്ത് അറിയിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് കുറച്ച് എഴുതിയാൽ മതിയെങ്കിലും നല്ല ഫോർമൽ ലാംഗ്വേജിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വേറെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ബുദ്ധി. ഇനി റീഡിങ് കോമ്പ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ വരും. റീഡിങ് സെക്ഷൻ ഒരു 1-2 പാസേജ് തന്നിട്ട് പാരഗ്രാഫ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ഇതേതാണ് ലെസൺ എന്ന് ചോദിക്കും. ഇവിടെ സ്പീക്കർ ആരെന്ന് ചോദിക്കും. അവിടെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് ചോദിക്കും. അങ്ങനെ ഒരു റീഡിങ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ. ഫ്ലവേഴ്സ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിലും അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ ടൈറ്റിലും ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിലും ഏത് ചോദിച്ചാലും തന്നെയാണ് ആൻസർ കേട്ടോ. അപ്പോൾ ഞാൻ എഴുതിയ ഇതേപോലെ എഴുതണമെന്നൊന്നുമില്ല. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങളുടെ രീതിയിലും എഴുതാം. ഓക്കെ. ദ ടൈറ്റിൽ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് ആപ്റ്റ് ടു ദ സ്റ്റോറി. ഈ കഥയ്ക്ക് ഈ തലക്കെട്ട് തികച്ചും അനുയോജ്യമാണ്. ഇൻ ദി സ്റ്റോറി ദ റിയൽ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് മിയർലി 1 shilling ബട്ട് ഇറ്റ്സ് വാല്യൂ ഈസ് പ്രൈസ്ലെസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് വെറും 1 shilling മാത്രമാണ്. പക്ഷെ അതിൻ്റെ വാല്യൂ പ്രൈസ്ലെസ്, എത്രയോ മുകളില്ല. ദ 1 shilling ദാറ്റ് മാഗി ഏൺഡ് ത്രൂ ഹാർഡ് വർക്ക് കാനോട്ട് ബി മാച്ച്ഡ് വിത്ത് എനിത്തിങ്. ഹാർഡ് വർക്ക്, കഠിനാധ്വാനം കൊണ്ട് അതിലൂടെ മാഗി നേടിയ ആ 1 shilling എന്ന് പറയുമ്പം അതിൻ്റെ മൂല്യം മറ്റൊന്നുമായിട്ടും കമ്പയർ ചെയ്യാൻ കഴിയില്ല, മാച്ച് ആവാൻ കഴിയില്ല. ഇറ്റ് ഷോസ് ഹെർ അൺകണ്ടീഷണൽ ബ്രദർലി ലവ് ടുവാർഡ്സ് ഹെർ ബ്രദർ ഫ്രാങ്ക്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ വെക്കാത്ത ലവാണ്. അതായത് ഇങ്ങോട്ട് തിരികെ ഒന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ലവ്. അപ്പോൾ തൻ്റെ ബ്രദറായ ഫ്രാങ്കിനോടുള്ള അൺകണ്ടീഷണൽ ലവാണ് ഇതിലൂടെ കാണിക്കുന്നത് അവൾ. ഓൾദോ ഷീ ലിവ്സ് പുവർലി ഷീ സാക്രിഫൈസസ്, ത്യാഗം ചെയ്യുന്നു, ഹെർ ഹാർഡ് ഏൺഡ് മണി ടു ബൈ ഫ്ലവേഴ്സ് ടു പ്ലേസ് ഓൺ ഫ്രാങ്ക്സ് ഗ്രേവ്. അപ്പോൾ ഇവളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക പുവർ ലൈഫാണ് അല്ലേ, വളരെ അത്യാവശ്യം ദാരിദ്ര്യമുള്ളൊരു ജീവിതം. എന്നിട്ട് പോലും താൻ കഷ്ടപ്പെട്ട പൈസ എന്താണ് ഫ്രാങ്കിൻ്റെ ഗ്രേവിൻ്റെ മുകളിൽ പൂക്കൾ വാങ്ങാൻ അവൾ ചിലവഴിക്കുന്നു. സോ ഈ ഒരു തലക്കെട്ട് തികച്ചും അനുയോജ്യമാണ്. അപ്പോൾ ഈ ഒരു സാധനം നല്ലതാണ്, നിങ്ങൾക്കിത് പഠിക്കാം, എഴുതാം. ഇനി ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന് കുഴപ്പമില്ല, അതല്ലെങ്കിൽ വേറെ രീതിക്കും എഴുതാം. പക്ഷേ ഈ ഒരു ഐഡിയ ഒക്കെ അതിൽ ഉണ്ടാവണം. സോ നെക്സ്റ്റ് ലെസൺ ഡെത്ത് ദ ലെവലർ. അതിൽ റീഡിങ് ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ വരും. ഫിഗർ ഓഫ് സ്പീച്ച് ചോദിക്കും, അതുപോലെ തന്നെ ഓതറിൻ്റെ പോയിറ്റിൻ്റെ പേരെന്താ ചോദിക്കും, ലെസൻ്റെ പേരെന്നൊക്കെ ചോദിക്കും. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെത്ത് ദ ലെവലർ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്, അപ്രോപ്രിയേറ്റ്നെസ്, ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ. എന്താണ് ഡെത്ത് ലെവലർ? എളുപ്പമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഇത്ര എഴുതിയാൽ മതി. ഡെത്ത് ഈസ് ഈക്വൽ ടു ഓൾ, അല്ലെങ്കിൽ ഡെത്ത് ലെവൽസ് എവറിത്തിങ്. ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് മാൻ, എ പുവർ മാൻ, എ കിങ് ഓർ എ ബെഗർ, അല്ലെങ്കിൽ എന്താ പറയുക കിങ് ഓർ ഫാർമർ. പിന്നെ ദ ലേണിഡ് ആൻഡ് ദ അൺലേണിഡ്, ലിറ്ററേറ്റ് ഇല്ലിറ്ററേറ്റ്, പഠിക്കാത്തവനും കിങ്ങും അതേപോലെ തന്നെ ബെഗറും അതല്ലെങ്കിൽ ഒരു ഫാമും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇതിന് മുമ്പിലില്ല എന്നുള്ളതാണ്. ഡെത്ത് കംസ് ടു ഓൾ അലൈക്ക്, എല്ലാവരിലേക്കും മരണം വരുന്നു. ഈ ഒരു ഐഡിയ പിന്നെ എഴുതാം. പിന്നെ ഒരു സെൻസ് കൂടെ എഴുതാം. ഈ കവിതയുടെ അവസാന ഭാഗം വരുന്നുണ്ടല്ലോ, ഓൺലി ദി ഗുഡ് ആക്ഷൻസ് ഓഫ് ഗുഡ് പീപ്പിൾ വിൽ സ്മെൽ സ്വീറ്റ് ഓൺ ദി ഗ്രേവ്. നമ്മൾ അവസാനം മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയാവുന്നത് എന്താണ്? നല്ല പ്രവർത്തനങ്ങളാണ്, അത് മാത്രമേ ബാക്കിയാവുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ തീമും മെസ്സേജ്. അവസാനത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞതാണ് ഇതിൻ്റെ തീമും മെസ്സേജ്. ആ ഭാഗം എഴുതിയാൽ മതി. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ചോദിച്ചാലും നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ എഴുതാം. ഇനി സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന കവിത നോക്കുക. റീഡിങ് ഇതേപോലെ വരും. അപ്പോൾ 3 സ്റ്റാൻസാണ് സൺറൈസ് ഓൺ ദ ഹിൽസ്. അതിൽ ഫസ്റ്റ് സ്റ്റാൻസ് കൂടുതലും വിഷ്വൽ ഇമേജുകളാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റാൻസിൽ വിഷ്വൽ ഇമേജും ഉണ്ട്, അതേപോലെ തന്നെ ഓഡിറ്ററി ഇമേജും കുറച്ചധികം വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാൻസിലും ഓഡിറ്ററി ഇമേജ് ഉണ്ടാവാം, പക്ഷേ കൂടുതലും സെക്കൻഡ് സ്റ്റാൻസിലാണ് വരുന്നത്. തേർഡ് സ്റ്റാൻസിലാണ് ഇതിൻ്റെ മെസ്സേജ് വരുന്നത്, തീം മെസ്സേജ്. അപ്പോൾ റീഡിങ് വരികയാണെങ്കിൽ തന്നെ അവസാന സ്റ്റാൻസാണ് തരുള്ളൂ, മറ്റു രണ്ടും തരാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ. പിന്നെ തീം മെസ്സേജ് ചോദിച്ചാലും ആ ലാസ്റ്റ് സ്റ്റാൻസയുടെ മീനിങ് ഡയറക്റ്റായിട്ട് എഴുതാം. അതായത് ഇത്ര എഴുതിയാൽ മതി. ഇഫ് യു ആർ ടയേർഡ് ഓർ ഡിപ്രസ്ഡ് ഗോ ടു നേച്ചർ, ഇറ്റ് ക്യാൻ ഹീൽ ഓൾ യുവർ പ്രോബ്ലംസ്. ഹീൽ ഭേദപ്പെടുത്താൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ടയേർഡാണ്, ഡിപ്രസ്ഡ് ആണ്, ആകെ മൂഡ് ഓഫായി നിൽക്കുകയാണെങ്കിൽ നേച്ചറിലേക്ക് പോയിക്കോളൂ. പ്രകൃതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെസ്സേജ്, അതിന് തീം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് അവസാനത്തെ സ്റ്റാൻസിലും. അതൊന്ന് വിശദീകരിച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ അവസാനത്തെ വരികളൊക്കെ അപ്പോൾ എത്ര മാർക്കിനാണെന്ന് നോക്കണം. 4 മാർക്കിനാണോ? അപ്പോൾ അതിനനുസരിച്ച് എഴുതേണ്ടി വരും.
അപ്പോൾ 3/4 പേജെങ്കിലും മിനിമം എഴുതേണ്ടി വരും. ഓക്കെ, 2 മാർക്കാണെങ്കിൽ എന്താണ്, ഒരു 3 സെൻറ്റൻസിലൊക്കെ എഴുതിയാൽ തന്നെ മതി, പരമാവധി 2 to 3 സെൻറ്റൻസ് തന്നെ എമ്പാടും മതിയാകും കേട്ടോ. അപ്പോൾ തീം മെസ്സേജ് ഒക്കെ ഇതാണ്. ഇനി ദ ട്രിപ്പ് ഓഫ് ലേഹോല എന്ന ലെസൺ, അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ദ ലൈവ് TV റിപ്പോർട്ടാണ്. ലൈവ് TV റിപ്പോർട്ട് വരാൻ ഇതുവരെ കണ്ട ലെസൺസിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഇവിടെയാണ്. ഏത് നോക്കൂ, റൈസിങ്, ലോഞ്ചിങ്, ടേക്ക് ഓഫ് ലേഹോർല. ലേഹോർലയുടെ തുടക്കം, അതായത് ഇത് പറന്ന് തുടങ്ങുന്നത് പാരീസിൽ നിന്ന് പറന്ന് തുടങ്ങുന്നത്, അതൊരു വൈകുന്നേരം 5 മണി സമയമാണ് അല്ലേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ലൈവ് TV റിപ്പോർട്ട് എന്ന് പറയുമ്പം സിമ്പിൾ പ്രസൻസും പ്രസൻറ്റ് ഇൻസെൻസാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പം അല്ലേ, അവിടെ എന്താണ് പറയുക, ഗുഡ് ഈവനിങ് വെച്ചുകൊണ്ട് തുടങ്ങാം. ഇന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്താണെങ്കിൽ ക്യാമറാമാൻ വെച്ച് തുടങ്ങാം. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. സോ ആളെ പേര് എഴുതാം, ഐ ആം ഡാഷ്, അവിടെ റോബർട്ടോ എന്തെങ്കിലും പേര് കൊടുക്കാം, വിത്ത് ക്യാമറമാൻ അത് എഴുതാം. പിന്നെ കവറിങ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ്, ദ ട്രിപ്പ് ഓഫ്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പറ്റും ദ ഫ്ലൈറ്റ് ഓഫ് ലേഹോർല എന്ന് നമുക്ക് എഴുതാം. ഫോർ ഗ്ലോബൽ TV എന്നോ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം ഇങ്ങനെ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എഴുതാം. ഇവിടെ ലോഞ്ചിങ് എന്ന് പറഞ്ഞാലും സ്റ്റാർട്ടിംഗ് എന്നാണ്, പക്ഷേ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ വരുന്നത് കാണാറുണ്ട്. ലോഞ്ചിങ് എന്ന് പറയുമ്പം ഇത് താഴേക്ക് ഇറങ്ങുകയാണോ എന്നൊക്കെ കരുതുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ലാൻഡിങ് ഓഫ് ലേഹോറിൽ എഴുതിയിട്ടുണ്ട്. തെറ്റാണ്, ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് പറന്ന് പൊങ്ങുന്നതാണോ താഴേക്ക് വരുന്നതാണോ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇത് ലൈവ് TV റിപ്പോർട്ട് ലാൻഡിങ്ങും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, റൈസിങ് ആണോ ഫോളിങ് ആണോ, റൈസിങ് ആണോ അതുപോലെ തന്നെ ലാൻഡിങ് ആണോ നോക്കണം. ലാൻഡിങ് ആണെങ്കിൽ ഒരു പുലർച്ചെ സമയം, അപ്പോൾ ഗുഡ് മോർണിംഗ് ആണ്, മറ്റേത് ഗുഡ് ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഗുഡ് ഈവനിങ്ങും അവസാനിക്കുമ്പം അത് താഴേക്ക് വരുമ്പം ഗുഡ് മോർണിംഗ് ആണ് പറയാനുള്ളത്. അപ്പം ലാൻഡിങ്ങിനേക്കാൾ ചോദിക്കാൻ ചാൻസ് റൈസിങ് തന്നെയാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് മറിച്ച് നോക്കിയാൽ. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് നല്ല ചാൻസ് ഉണ്ട്. റൈസിങ്ങും വന്നേക്കാം, ലാൻഡിങ്ങും വന്നേക്കാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. പിന്നെ ഈ ഒരു ലെസനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല, പൊതുവേ ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ട്രാവലോഗ് അല്ലെങ്കിൽ ട്രാവലേഴ്സ് രണ്ടും തന്നെ ചോദിക്കും. ട്രാവലേഴ്സ് ഒരു സ്പെസിഫിക് പ്ലേസ് ഇതുവരെ കണ്ടിട്ടില്ല. ഏത്, ഒരു കൊടൈക്കനാൽ, അവിടേക്ക് യാത്ര ചെയ്തതിൻ്റെ അനുഭവം എഴുതുക, അങ്ങനെയല്ല. അല്ലെങ്കിൽ ഊട്ടി വന്നിട്ടില്ല, മൂന്നാർ, അങ്ങനെ തരില്ല. ഏതെങ്കിലും ഒരു പ്ലേസ്, എനി പ്ലേസ് ദാറ്റ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റഡ്, അങ്ങനെയാണ് ഉണ്ടാവുക. സോ റൈറ്റ് എ ട്രാവലോഗ് ഓർ ട്രാവൽ എസ്സേ ഓഫ് എനി പ്ലേസ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റഡ് എന്നാണ് വരിക. നിങ്ങൾ ഈയിടെ ആയിട്ട് വിസിറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ട്രാവലോഗ് അല്ലെങ്കിൽ ട്രാവൽ എസ്സേ. അപ്പോൾ അത് 8 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ഒക്കെ വരാം. ഒറ്റ പാരാഗ്രാഫിന് എഴുതരുത്, ഒരു ടൈറ്റിലൊക്കെ കൊടുക്കുക. സ്ഥലം എന്താ പറയുക, സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും അതിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു എക്സ്പ്രഷനൊക്കെ കൊടുക്കുക. ശേഷം പാരഗ്രാഫ്സ് ആയിട്ട് എഴുതണം. അപ്പോൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. ആദ്യമൊക്കെ പ്രസന്റ് ടെൻസിൽ എഴുതിയാലും പിന്നെയൊക്കെ പാസ്റ്റ്, കാരണം എക്സ്പീരിയൻസ് ആണല്ലോ, പാസ്റ്റ് ടെൻസാണ് എഴുതേണ്ടത്. അത്യാവശ്യം എഴുതുക കേട്ടോ. അപ്പോൾ 8 മാർക്കാണെങ്കിൽ ഒരു 2.5 പേജൊക്കെ പോകണം കേട്ടോ. 2.5 പേജോ 3 പേജൊക്കെ എഴുതിക്കോളൂ. നിങ്ങൾ സമയത്തിനനുസരിച്ച് സമയം നോക്കണം. 2 പേജ് മിനിമമാണ്, 2.5 3 പേജിലേക്ക്. 6 മാർക്കാണെങ്കിൽ ഒരു 1.5 പേജെങ്കിലും എഴുതുക. സോ ട്രാവൽ ഇൻഫോ, ട്രാവൽ ബ്രോഷർ, ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ഒരുപാട് നോട്ട്സ് കിട്ടും, നല്ല നല്ല നോട്ട്സ്. അപ്പോൾ എന്താണ് ട്രാവൽ ഇൻഫോ? വളരെ ഷോർട്ടാക്കിയിട്ടായിരിക്കും ഒരു സ്ഥലത്തിൻ്റെ പിന്നെ ഉണ്ടാവും പിന്നെ കാര്യങ്ങൾ, അതായത് ആ ഒരു ഇൻഫർമേഷനാണ്. അവിടുത്തെ ഫുഡ്, അത് ക്യൂസീനി, പിന്നെ അതേപോലെ തന്നെ അവിടെ കാണാനുള്ള കാര്യങ്ങൾ, ടിക്കറ്റിങ്ങിൻ്റെ ടൈം, ഇതൊക്കെ പിന്നെ എന്താ പറയുക, നല്ല നോട്ട് ഓൺലൈനിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നമുക്കത് ഫോളോ ചെയ്യുക, ഒറ്റൊന്നും എടുക്കുക. അതന്നെ ട്രാവൽ ബ്രോഷറിൽ എഴുതുക. അപ്പോൾ ട്രാവൽ ബ്രോഷറിൻ്റെ മോഡൽ ഇതിലുണ്ടാവും കുറച്ചും. അതായത് ട്രാവൽ ഇൻഫോയേക്കാൾ കൂടുതലായിരിക്കും ട്രാവൽ ബ്രോഷർ, അതിനേക്കാൾ കൂടുതലായിരിക്കും ട്രാവലോഗ്. അപ്പോൾ ട്രാവലോഗ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം തന്നെ നമ്മൾ പഠിച്ചു പോവുക. ഇപ്പോൾ മൂന്നാറാണോ, മൂന്നാർ തന്നെ പോവുക. അതൊക്കെ നോട്ട് ലഭ്യമാണ്. ഗൂഗിൾ ചെയ്ത് ഇഷ്ടംപോലെ ബ്ലോഗിൽ കുറേ ആൾക്കാർ പിന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് നല്ലത് നിങ്ങൾക്ക് തോന്നുന്നത് എടുക്കാം. ഇപ്പോൾ മൂന്നാറോ ഊട്ടിയോ കൊടൈക്കനാൽ ഏതെങ്കിലും പ്ലേസ് അവിടെ വെച്ചുകൊണ്ട് എഴുതാൻ നിൽക്കണ്ട. അപ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇത് വായിച്ച് പഠിച്ച് തന്നെ പോവാം. കാണാതെപ്പം തന്നെ പഠിച്ച് പോവാം. കാണാതെ പഠിച്ച് പോകുന്നപ്പോൾ ചിലതൊക്കെ നമ്മൾ മറന്നു പോകും, കുഴപ്പമില്ല, എന്നാലും നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് എഴുതാൻ നോക്കുക, ഒരുപാട് എഴുതുക. പരമാവധി സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക് ഒഴിവാക്കിക്കൊണ്ട് എഴുതുക. അപ്പോൾ ട്രാവലോഗും ട്രാവൽ ഇൻഫോ, ട്രാവൽ ബ്രോഷർ ഇതൊക്കെ നമുക്ക് കാണാതെ പഠിച്ച് അതുപോലെ എഴുതി വെക്കാൻ പറ്റും. ഒരു സ്പെസിഫിക് പ്ലേസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഒറ്റ പ്ലേസിൽ ഇതെല്ലാം പഠിച്ചു പോയാൽ നമുക്ക് വളരെ എളുപ്പമാണ്. നെക്സ്റ്റ്, ലെറ്റർ ഓർ മെയിൽ മോപ്പസിൻ ടു ക്യാപ്റ്റൻ. നമുക്കറിയാം നമ്മുടെ നെരേറ്ററാണ്, പിന്നെ ഓദറാണ് മോപ്പസിൻ, ട്രിപ്പ് ഓഫ് ലേഹോർല. അപ്പോൾ അദ്ദേഹം ലാൻഡിങ്ങിന് ശേഷം ലേഹോർലയുടെ ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം ക്യാപ്റ്റൻ അനുമോദിച്ചു കൊണ്ടിരുന്ന ഒരു ലെറ്ററോ മെയിലോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നെറേറ്റീവ്, ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ 10ാം ക്ലാസ് പഠിച്ച അതേ ഫോർമാറ്റിൽ മോപ്പസെൻ്റ് തൻ്റെ വൈഫിനോടോ ഫ്രണ്ടിനോടോ നെറേറ്റ് ചെയ്യുക, തൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ലേഹോർലയുടെ ട്രിപ്പ് ചോദിക്കും. അതൊന്നും അല്ലെങ്കിൽ പിന്നെ ജനറൽ ആയിക്കൊണ്ട് ആസ് എ ടൂറിസ്റ്റ് ഗൈഡ് ഇൻട്രൊഡ്യൂസ് എ പ്ലേസ് ടു ദ ടൂറിസ്റ്റ്. ഏതെങ്കിലും ഒരു സ്ഥലം ടൂറിസ്റ്റ്, അത് മുമ്പൊക്കെ കൂടുതലായിട്ട് ചോദിച്ച് കാണാറുണ്ട്, ഇപ്പോഴത്തെ അത്രയും കാണുന്നില്ല, പക്ഷേ ചോദിച്ചേക്കാം. ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകുന്നത് നല്ലത്. ഇതിൻ്റെയൊക്കെ നോട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ഗൈഡ് നിങ്ങൾ ആയിട്ട് എന്താണ് ഒരു സ്ഥലം, ഇപ്പോൾ ഏതെങ്കിലും സ്ഥലം
ഇപ്പോൾ മൂന്നാറാവാം, അല്ലെങ്കിൽ ഒരു വാട്ടർഫോൾ ആവാം, ഏതെങ്കിലും വാട്ടർഫോൾ, അത് ടൂറിസ്റ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് ലെസൺ ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. ഇവിടെ ലൈവ് TV റിപ്പോർട്ടറും നല്ല ചാൻസ് ഉണ്ട്. നമുക്കറിയാം ടേർട്ടിൽ കോളിംഗ് റിച്വൽ, അത് പിന്നെ ലൈവ് TV റിപ്പോർട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോട്ട് കിട്ടും. നിങ്ങൾ എന്തായാലും അത് വിജയപേരിൻ്റെ ഒക്കെ നോട്ടുണ്ട്. അത് മാത്രമല്ല വേറെയും നോട്ടുണ്ട്, ഇഷ്ടംപോലെ നല്ല നല്ല നോട്ടുകളുണ്ട്. നിങ്ങളത് പിന്നെ എന്താ ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കുക. സോ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ചോദിച്ചേക്കാം, ടേർട്ടിൽ കോളിംഗ് റിച്വലിൻ്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അതുപോലെ തന്നെ പാരഗ്രാഫ് ഓൺ ദ ലെജൻഡ് ബിഹൈൻഡ് ടേർട്ടിൽ കോളിംഗ്. ഇത് പിന്നെ ആനുവൽ എക്സാം ചോദിച്ചു കണ്ടിട്ടില്ല, ചോദിച്ചാൽ വളരെ എളുപ്പമാണിത്. കാരണം നമുക്കറിയില്ലേ റോഡാലിസും ടിനേക്കബോഗ ഇവരെ എന്താണ് പറയുക, ഫിഷിങ്ങിൽ ഇങ്ങനെ പോയി റീഫ്സിലൂടെ നടന്നു പോയി. അപ്പോൾ ഒരു കാനോയിൽ 2 പേര് വന്നു. നമുക്കറിയില്ല, ഒരു പാസ്റ്റ് ടെൻസിൽ എഴുതിയിട്ടുള്ള ഒരു കൊച്ചു കഥ അതിലുണ്ട്. ഇതിനുള്ളൊരു കഥ വരുന്നുണ്ട്, ആ ഒരു പിന്നെ ലെജൻഡ്, ഒരു മിത്ത്. അതെന്ത് ചെയ്യാം, അതുപോലെ എഴുതി വെച്ചാൽ മതി അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ. ഓക്കെ, പബ്ലിക് എക്സാമിനല്ല, പക്ഷേ എന്താണ് ടെർമിനൽ എക്സാമിനോ ഒക്കെ ആയിട്ട് ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ആസ് എ ടൂറിസ്റ്റ് ഗൈഡ് ഇൻട്രൊഡ്യൂസ് ദ പ്ലേസ് ടു ദ ടൂറിസ്റ്റ്. അതായത് കണ്ടാവു ഐലൻഡ്, പിന്നെ അവിടുത്തെ ആ ഒരു ടേർട്ടിൽ കോളിംഗ് റിച്വലൊക്കെ ടൂറിസ്റ്റ് ഗൈഡായിക്കൊണ്ട് ടൂറിസ്റ്റുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സ്പീച്ച് പോലെ ചോദിച്ചേക്കാം. ഇനി ആസ് എ ടൂറിസ്റ്റ് ഗൈഡ് ഓർ എ ടീം ലീഡർ റൈറ്റ് 2 do's and 2 don'ts വൈൽ വിസിറ്റിംഗ് കണ്ടാവു ഓർ എനി പ്ലേസ്. അത് പലതവണ ചോദിച്ചിട്ടുണ്ട്. അതായത് കണ്ടാവു തന്നെ ചോദിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു പ്ലേസ്, അതായത് ടൂറിസ്റ്റ് ഗൈഡായിട്ട് അല്ലെങ്കിൽ ടീം ലീഡറായിട്ട് നിങ്ങളുടെ ടീമിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ടൂറ് പോകുമ്പോൾ ചെയ്യേണ്ട ഡൂസ്, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ ജനറലായി ചോദിച്ചേക്കാം, അല്ലെങ്കിൽ കണ്ടാവു ഐലൻഡിലാണെങ്കിൽ ഡോൺ ഫീഡ് ടേർട്ടിൽസ്, ഡോൺ സ്കെയർ ദം അങ്ങനെയൊക്കെ പറയാം. അതേപോലെ തന്നെ ഡോൺ ത്രോ സ്റ്റോൺസ് അറ്റ് ദം അങ്ങനെയൊക്കെ പറയാം. ഇനി പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡോണ്ട് ടേക്ക് വീഡിയോഗ്രാഫി എന്നൊക്കെ പിന്നെ വീഡിയോഗ്രാഫി ഈസ് നോട്ട് അലൗഡ് എന്തെങ്കിലും പറയാം. ആ രീതിയിലൊക്കെ പറയാം ഡോണ്ട് ആണെങ്കിൽ. ഇനി മറ്റേതാണെങ്കിൽ എന്താ, എൻജോയ് ഇറ്റ്, കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം ദ വാട്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാം. ഇനി ജനറലായിട്ടാണെങ്കിൽ ടൂർ പോകുമ്പോൾ എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ്. ഡൂസ് ആണെങ്കിൽ കീപ് സഫിഷ്യൻറ്റ് മണി വിത്ത് യു, കീപ് സഫിഷ്യൻറ്റ് വാട്ടർ, വെയർ ലൈറ്റ് വെയ്റ്റ് ഡ്രസ്, കീപ് മിനിമം ലഗേജ്, കീപ് മൊബൈൽ ഫോൺ, കീപ് ചാർജർ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറയാം. ഇനി ഡോണ്ട് ആണെങ്കിലോ, ഡോണ്ട് ഫീഡ് വൈൽഡ് ആനിമൽസ്, ഡോണ്ട് വെയർ എന്താ പറയുക, ഡോണ്ട് വെയർ ജ്വല്ലറി, ഡോണ്ട് വെയർ ഗോൾഡ് എന്നൊക്കെ പറയാം. പിന്നെ ഡോണ്ട് ആണെങ്കിലോ ഡോണ്ട് ഡിസ്റ്റർബ് ആനിമൽസ് എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ ഡോണ്ട് ഡ്രിങ്ക് ആൽക്കഹോൾ എന്ന് പറയാം. അങ്ങനെ ഇതൊക്കെ ഉണ്ട്. 2 മാർക്കിനോ 4 മാർക്കിനൊക്കെ ഇത് ചോദിക്കാം. അപ്പോൾ എപ്പോഴും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ പോയിൻറ്റ്സ് നമ്മളെപ്പോഴും ആഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് മുഴുവൻ മാർക്കും കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ലെസൺ വരുന്നത് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു ലെസണിൽ നിന്നും എസ്സേ വരാൻ നല്ല ചാൻസ് ഉണ്ട്. പലതവണ എസ്സേ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എസ്സേ, സ്പീച്ച്, ഷോർട്ട് സ്റ്റോറി ഇതുപോലെ തന്നെ വരും. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ നമുക്കതിൽ വായിച്ചാൽ അതിൻ്റെ സമ്മറൊക്കെ വായിച്ച ഇഷ്ടം പോലെ പോയിന്റ് കിട്ടും, അത് എഴുതിയാൽ മതി. അതല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ ട്രോമ ഓഫ് ദ പീപ്പിൾ ഹു അണ്ടർവെൻറ്റ് ഡിസാസ്റ്റർ ആൻഡ് ദ റെമഡീസ് ടു ഓവർകം ദ. അതായത് ആ ലെസൺ തന്നെ പറയുന്നുണ്ട്, ഈ ഫിസിക്കലി എന്താ പറയുക, ഫിസിക്കലി ഡാമേജിന് അപ്പുറത്തേക്കൊരു എന്താ പറയുക ഇമോഷണൽ, ഒരു മെൻ്റൽ ഡാമേജ് ആൾക്കാർക്ക് വരുന്നുണ്ട്. ബിൽഡിങ്ങിനൊക്കെ കേടുവരുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ രൂക്ഷമായിട്ട് മനുഷ്യന്മാരുടെ മനസ്സിനത് ബാധിക്കുന്നുണ്ട്. അപ്പം അതെന്തൊക്കെയാണ്, അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യനും വരാൻ ചാൻസ് ഉണ്ട്. അത് 8 മാർക്കിനും അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ വരാം. സോ നെക്സ്റ്റ് ലെസൺ ദ സെറാങ് ഓഫ് രണഗാഞ്ചി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലെസനാണ്. ക്യാരക്ടർ സ്കെച്ചിൽ വളരെ ചാൻസ് ഉണ്ട്. ഹസൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ക്രോണിൻ വന്നേക്കാം, പക്ഷേ അതിനേക്കാളേറെ വളരെ ഇമ്പോർട്ടൻ്റ് ഹസനാണ്. അപ്പോൾ മാഗി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നതാണ് ഹസൻ, ഏറ്റവും ഇമ്പോർട്ടൻസിൽ ഈ ക്യാരക്ടർ സ്കെച്ചിൽ. പിന്നെ റിവ്യൂ ഓഫ് ദ സ്റ്റോറി ചോദിച്ചേക്കാം. പിന്നെ ക്രോണിൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്പീച്ച് ഓൺ ഹസൻ, താങ്ക്സ് ഗിവിങ്. അതായത് ആ ഒരു കലാമിറ്റി അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സ്മോൾ പോക്സ് അതിനെ എന്താണ് പറയുക കൺട്രോളിലാക്കി ശേഷം ഹസനെ അനുമോദിച്ചുകൊണ്ട് ഒരു ലാസ്കർ, ഒരു ജോലിക്കാരൻ, ഷിപ്പിലെ ജോലിക്കാരൻ നടത്തുന്ന സ്പീച്ച്, അതല്ലെങ്കിൽ ക്രോണിൻ നടത്തുന്ന സ്പീച്ച് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഹസൻസ് റിപ്ലൈ സ്പീച്ച് ആഫ്റ്റർ റിസീവിങ് എൻ അവാർഡ്, അല്ലെങ്കിൽ പിന്നെ അവാർഡ് വാങ്ങിയതിന് ശേഷം ഹസൻ നടത്തുന്ന ഒരു സ്പീച്ച് ചോദിച്ചേക്കാം. ഇനി മെയിൽ, ലെറ്റർ ക്രോണിന് ഹസൻ അയക്കുന്നത് വരാം, നന്ദി പറഞ്ഞുകൊണ്ട് മെയിലോ ലെറ്ററോ. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക ക്യാപ്റ്റൻ ഹസൻ അയക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ക്രോണിന് അയക്കുന്നത്, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നെഗറ്റീവ് ചോദിക്കാം. ക്രോണിൻ അവൻ്റെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ വൈഫിനോടോ മദറിനോടോ ഇത് നേരേറ്റ് ചെയ്ത് ഈ ഒരു പിന്നെ ഡിസാസ്റ്റർ നേരേറ്റ് എന്ന് പറയാം. ഇനി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചേക്കാം. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്താ ഇതിൽ വരിക,
അപ്പോൾ ഈ ഒരു സ്മോൾ പോക്സ് സ്പ്രെഡ് ചെയ്തു ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹെഡിങ് വേണം, താഴെ ബൈലൈൻ സ്റ്റാഫ് റിപ്പോർട്ട് എന്ന് എഴുതുക. 3 പാരഗ്രാഫിൽ എഴുതാം. ഫസ്റ്റ് പാരഗ്രാഫിൽ വളരെ ഷോർട്ടായിക്കൊണ്ട് എഴുതണം, എന്താണെന്ന് നടന്നത്, എവിടെ, എങ്ങനെ, വളരെ ഷോർട്ടായിട്ട്. സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 3ാമത്തെ പാരഗ്രാഫിൽ ഒരു കൊട്ടേഷൻ വേണം. അതായത് ആ ഒരു സംഗതി നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളുടെ ഒരു സെൻറ്റൻസിൽ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഇത്ര എഴുതാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതരുത്, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ എഴുതുക കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് വേണം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനേക്കാൾ നിങ്ങൾക്ക് എളുപ്പമുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്. കാരണം നല്ല ലാംഗ്വേജ് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട്. ഇനി അതല്ലാതാണ് എളുപ്പമെങ്കിൽ അതും ചെയ്യാം. അതുപോലെ തന്നെ ലൈവ് TV റിപ്പോർട്ട് പിന്നെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതായത് ലാസ്റ്റ് അവസാനം ഇത് കപ്പൽ അതിൻ്റെ ഡെസ്റ്റിനേഷനിലെത്തിയ സമയത്ത് എന്താണ് അസനൊക്കെ രോഗിനെ കൊണ്ട് ഓടുന്നുണ്ടല്ലോ, ആ കാര്യം ലൈവ് TV റിപ്പോർട്ട് ചെയ്തത് ചോദിച്ചേക്കാം. അപ്പോൾ അതും എഴുതേണ്ടി വരും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് റെക്ക് ഓഫ് ദി ടൈറ്റാനിക് ആണ്. ഇതിൽ റീഡിങ് കോംപ്രിഹെൻഷൻ വരും. അപ്പോൾ ഇതിലെ ഫിഗർ ഓഫ് സ്പീച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഏത് ലെസന്, ഏത് കവിതയാണെങ്കിലും അതിൽ ഫിഗർ ഓഫ് സ്പീച്ച് അറിയണം. ഇനി കവിതകളാണെങ്കിലും ഇനി പ്രോസ് ആണെങ്കിലും മറ്റുള്ള ലെസൺസ് ആണെങ്കിലും എന്താണ് അതിലൊക്കെ വരികൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ന ലെസണെന്ന് മനസ്സിലാവണം. അതുപോലെ അതിൻ്റെ ഓതർ ആരാണ് ഇത് എഴുതിയത് എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കവിതകളാണെങ്കിൽ അതിൻ്റെ ഫിഗർ ഓഫ് സ്പീച്ചൊക്കെ അറിയണം. പിന്നെ ആരാണ്, പ്രോസിലാണെങ്കിൽ ആരാണിത് സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നൊരു ഐഡിയ അറിയണം. ഇനി ഇതിൻ്റെ തീം മെസ്സേജ് ചോദിക്കും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, പാട്രിയോട്ടിസം അല്ലെങ്കിൽ ഹീറോയിസം ഓഫ് ടൈറ്റാനിക്സ് ക്രൂ എന്ന് നമുക്ക് ഷോർട്ടാക്കി എഴുതാം. ഇനി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓഫ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് ചോദിച്ചേക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചേക്കാം. ഹീറോയിസം ഓഫ് ദ ക്രൂ അത് പബ്ലിക് എക്സാമിന് ചോദിച്ചതല്ല, പക്ഷെ എന്നാലും ഒന്ന് ഒരുങ്ങുന്നത് നല്ലതാണ്. ഈ ഒരു ചോദ്യം നോക്കുന്നത് നല്ലതാണ്. പിന്നെ ലൈവ് TV റിപ്പോർട്ട് ഓഫ് ദ ലോഞ്ച് ഓഫ് ദ ടൈറ്റാനിക്കിൻ്റെ സ്റ്റാർട്ടിങ്, അതിൻ്റെ ലൈവ് TV റിപ്പോർട്ട്. ഓക്കെ, അത് തകരുന്നതിന് ലൈവ് TV റിപ്പോർട്ടിന് സാധ്യത കുറവാണ്, അതിന് ചാൻസ് ഇല്ല. പക്ഷേ എന്താണ് ലൈവ് TV റിപ്പോർട്ട്, ഇത് ടൈറ്റാനിക് സ്റ്റാർട്ട് ചെയ്ത് യാത്ര ചെയ്ത് പോകുമ്പം അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തേക്കുന്നതും കാരണവും അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എഴുതേണ്ടി വരും. നെക്സ്റ്റ് ഗൂസ്ബെറീസ്, അതൊരു റീഡിങ് കോമ്പിനേഷൻ ചോദിക്കാം. പിന്നെ ക്യാരക്ടർ സ്കെച്ച്, ഏറ്റവും ചാൻസ് നിക്കോളായുടെ ക്യാരക്ടർ സ്കെച്ചാണ്. ഇവാനത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഡെപ്ത് ഉള്ള ക്യാരക്ടർ നിക്കോളായി ആയതുകൊണ്ട്. ഇനി സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ്നെസ് അല്ലെങ്കിൽ ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ ചോദിക്കും. അവിടെ ഉണ്ട് ഞാൻ അത് ഈ സൈഡ് പറഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഗൂസ്ബെറീസിൻ്റെ ടൈറ്റിലെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് എഴുതണം. പക്ഷെ അത് ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ബ്ലാങ്ക് ആയിരിക്കും എന്ത് എഴുതാന്നുള്ളത്. അപ്പോൾ അതിലേക്ക് പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഇനി റിവ്യൂ ചോദിക്കുമെന്നാൽ ചോദിക്കാം. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഒന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 6 മാർക്കിനൊക്കെ ആയിരിക്കും റിവ്യൂ ചോദിക്കട്ടോ. ചോദിക്കുകയാണെങ്കിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിക്കോളായി ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവാനോട് ചോദിച്ചേക്കാം. ഇനി നെറേഷൻ, നിക്കോളായി ഇവാൻ, ഇത് ആരുടെ നെറേഷൻ ഉണ്ടാവും? നിക്കോളായി നെറേറ്റ് ചെയ്യുന്നത് ഇവാൻ്റെ നിക്കോളായുടെ സ്വന്തം എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇവാന് നെറേറ്റ് ചെയ്യുന്നത് നിക്കോളായുടെ എക്സ്പീരിയൻസ്. എന്തായാലും നിക്കോളായുടെ സ്റ്റോറി ആയിരിക്കും നെറേറ്റ് ചെയ്യാൻ ചോദിക്കുക. അത് ഒന്നുകിൽ ഇവാൻ്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ നിക്കോളായുടെ പെർസ്പെക്റ്റീവ് ചോദിച്ചേക്കാം. പിന്നെ ലെറ്റർ, ഇവാന് നിക്കോളായിക്ക് അയക്കുന്നത് തിരിച്ച് അവിടെ നിക്കോളായി ഇവാൻ അയക്കുന്നു. ലെറ്ററോ മെയിലോ ഏത് വന്നാലും എഴുതണം. ഇപ്പോൾ മെയിലിനേക്കാൾ വളരെ ലോജിക്കലി നമുക്ക് നോക്കുമ്പോൾ ലെറ്റർ എഴുതാനാണ് അവിടെ ചാൻസ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, പരീക്ഷയ്ക്ക് എങ്ങനെ വരാം. പിന്നെ ഗൂസ്ബെറി സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസും സിമ്പിളൊക്കെയാണ് ചോദിക്കുന്നത്. അതല്ല ഇവിടെ ഗൂസ്ബെറീസ് എന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് നെല്ലിക്ക, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് എന്താണ്, സിമ്പിളായിട്ട് അത് എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. ചോദിക്കാൻ അത്ര ചാൻസ് കാണുന്നില്ല, പക്ഷേ ചോദിച്ചാൽ എഴുതുകയും വേണം. നമുക്ക് അത് ഓരോരുത്തരുടെ റീഡിങ്ങിനനുസരിച്ചാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഗൂസ്ബെറീസ് എന്ന് പറയുമ്പം എനിക്കത് പറയാൻ തോന്നുന്നത് നിക്കോളയുടെ ലൈഫ് തന്നെയാണ്. കാരണം ആദ്യം കയ്പായിരുന്നു, പിന്നെ അല്പം മധുരിച്ചു. നെല്ലിക്ക അങ്ങനെ തന്നെ ആദ്യം കയ്പം മധുരിക്കുക. അപ്പോൾ ആ റേഞ്ചിലാണ് എഴുതാൻ. സോ അത് നമുക്ക് അതിന് ആൻസറും ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഗൂസ്ബെറി സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ്നെസ് അതല്ലെങ്കിൽ ആപ്റ്റ്നെസ് ഓഫ് ദി ടൈറ്റിൽ നോക്കാം. ദ ടൈറ്റിൽ ഗൂസ്ബെറീസ് ഈസ് ആപ്റ്റ് എന്ന് പറഞ്ഞാൽ യോജിച്ചത് ടു ദ സ്റ്റോറിയാണ് കേട്ടോ. എസ് അവിടെ മിസ്സിങ് ആണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക, സ്റ്റോറി. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഏതിൻ്റെയും തുടക്കം നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഇനി ഇൻ ദ സ്റ്റോറി ഗൂസ്ബെറി സിഗ്നിഫൈ നിക്കോളായ്സ് ലൈഫ്, നിക്കോളായുടെ ജീവിതമാണ് സിഗ്നിഫൈ ചെയ്യുന്നത്, അതായത് അത് സിംബലൈസ് ചെയ്യുന്നത് ഏത് ഗൂസ്ബെറീസ്. അതാണല്ലോ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ലാസ്റ്റ് അല്ലേ ഗൂസ്ബെറീസ് സിഗ്നിഫിക്കൻസ് സിമ്പിൾ ചോദിക്കണില്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറും ഇത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ആ നെല്ലിക്കകൾ സിഗ്നിഫൈ ചെയ്യുന്നത് നിക്കോളയുടെ ലൈഫ് തന്നെയാണ്. വെൻ യു ഈറ്റ് എ ഗൂസ്ബെറി യു വിൽ ഹാവ് എ ബിറ്റർ സവർ ടേസ്റ്റ് ഫസ്റ്റ്, അല്ലേ? എന്താണ്, നിങ്ങൾ ആദ്യം ഗൂസ്ബെറി നെല്ലിക്ക കഴിക്കുമ്പം ആദ്യം ഒരു കയ്പും ഒരു ചവർപ്പും പുളിപ്പൊക്കെയാണ് ആദ്യം ഉണ്ടാവുക. ദെൻ കംസ് എ ലിറ്റിൽ സ്വീറ്റ്നെസ്, ഒരല്പം മധുരം പിന്നെ വരും. ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് ഇൻ ദ ലൈഫ് ഓഫ് നിക്കോളായ്. നിക്കോളയുടെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ, ഹീ സ്ട്രൈവ്ഡ്, അദ്ദേഹം കഷ്ടപ്പെട്ടു, ടോയിൽഡ്, അധ്വാനിച്ചു, ആൻഡ് മാരിഡ് ആൻ അഗ്ലി വിഡോ,
ഒരു അഗ്ലി ആയിട്ടുള്ള വിഡോയെ വിവാഹം ചെയ്തു ടു സേവ് മണി, പണം സമ്പാദിക്കാൻ. ഹി ലിവ്ഡ് പുവർ ലൈക്ക് എ ബെഗർ, പിന്നെ ഒരു ബെഗറിനെ പോലെ, യാചകനെ പോലെ അത്രയും ദാരിദ്ര്യത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ദാറ്റ് വാസ് ദ ബിറ്റർ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. അയാളുടെ ലൈഫിലെ കൈപ്പേറിയ അനുഭവമായിരുന്നു അത്. ഫൈനലി അവസാനം ഹി ബോട്ട് എൻ എസ്റ്റേറ്റ് ആൻഡ് പ്ലാന്റഡ് ഗൂസ്ബെറി ബുഷസ് ആസ് ഹി വിഷ്ഡ്. ഒരു എസ്റ്റേറ്റൊക്കെ വാങ്ങി അദ്ദേഹം ആഗ്രഹിച്ച പോലെ ഗൂസ്ബെറി ബുഷ് എല്ലാം പ്ലാൻ ചെയ്തു. ദാറ്റ് വാസ് ദ സ്വീറ്റർ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. അപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫിലെ മധുരമുള്ള ഭാഗം അതായിരുന്നു. സോ ഇത് ഇത്ര എഴുതി തന്നെ അടിപൊളിയാവും. ഇഷ്ടംപോലെ നിങ്ങൾക്ക് എത്ര മാർക്കിനാണോ ചോദിച്ചത് അത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേ രീതി തന്നെ എഴുതണമെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് എഴുതിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം. പക്ഷേ ഈ പോയിൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്യാൻ നോക്കുക. സോ നെക്സ്റ്റ് വൺ, ടു സ്ലീപ്പ്. റീഡിങ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ വരും, വേർഡ്സ് വർത്തിൻ്റെ ടു സ്ലീപ്പ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യും കേട്ടോ. വാട്ട് അല്ലെങ്കിൽ ഹൂ ഈസ് ദ ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. എന്താണ് ഡേക്കും ഇടയിലുള്ള ബാരിയർ എന്ന് ചോദിക്കുമ്പോൾ നൈറ്റ് എന്ന് എഴുതി വെക്കും. അല്ല, സ്ലീപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കവിത ലോജിക്കൽ നോക്കുമ്പോൾ ഡേയുടെ നടുവിലുള്ള ആ ഒരു ബാരിയർ തടസ്സം എന്താണ്? നൈറ്റാണ്. പക്ഷെ അതല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ലെസൺ വായിക്കുമ്പോൾ ഇതിൻ്റെ ബേസിലാണെങ്കിൽ അതെന്താണ്? സ്ലീപ്പ് എന്നാണ് എഴുതേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. റീഡിങ് സെക്ഷനിൽ അങ്ങനെ ചോദിച്ചേക്കാം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു പാരാഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ എഴുതണം. അതല്ലെങ്കിൽ 2 to 4 പോയിന്റ്സ് ഒക്കെ എഴുതാൻ പറയും, അത് നിങ്ങൾ എഴുതണം. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പിന് ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സ്ലീപ്പ് എനർജൈസസ് ബോഡി, മൈൻഡ്, സോൾ. മാൻ കനോട്ട് തിങ്ക് ഓർ വർക്ക് വിത്തൗട്ട് പ്രോപ്പർ സ്ലീപ്പ്. അല്ലെങ്കിൽ സ്ലീപ്പ് ഈസ് ദ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ്. അത് ആ കവിതയിൽ നിന്ന് എടുത്ത അതേ വരികളാണ്. Sleep is essential to everyone. Sleep sharpens one's memory. Sleep helps you in digestion. ഇതൊക്കെ എഴുതാം. ഇതിപ്പോൾ 2 മാർക്ക് ചോദിക്കാനാണ് ചാൻസ് ഞാൻ കാണുന്നത്. അപ്പോൾ 4 മാർക്ക് ചോദിച്ചാൽ അത്ര 4 പോയിൻറ്റ്സ് എഴുതേണ്ടി വരും. 4 പോയിൻ്റ് അല്ല, 2 പോയിൻറ്റ്സ് ആഡ് ചെയ്ത് എഴുതുക. 2 മാർക്കാണെങ്കിൽ 3-4 പോയിൻറ്റ്സ് എഴുതുക. സോ നെക്സ്റ്റ് ലെസൺ, ഗോയിങ് ഔട്ട് ഫോർ എ വർക്ക്. ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ള ലെസനാണ്. അത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല. ആക്ച്വലി ഇത് ടഫ് തന്നെയാണ് ഈ ലെസന്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളും അറിയാലോ. ശരിക്കും ഇംഗ്ലീഷിൽ ഉള്ള വാക്കുകളൊന്നുമല്ല, ഓതർ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ പല വാക്കുകളുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണിത് പറയുന്നത്. വളരെ ഇൻഫോർമലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ലെസൺ തന്നെയാണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. പക്ഷേ ഇതിൻ്റെ സന്തോഷവശം എന്തെന്ന് വെച്ചാൽ ആ ലെസൺ അങ്ങനെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അത് ചോദിക്കുന്നത് ഇത് ഈ രീതിയിലൊക്കെ ചോദിക്കോളൂ. ഇമ്പോർട്ടൻസ് ഓഫ് വാക്കിംഗ് എഴുതിക്കൂടെ? എഴുതാൻ ഈസി ആണല്ലോ. എ പാരഗ്രാഫ് അല്ലെങ്കിൽ ബ്ലോഗ് എഴുതാൻ, അല്ലെങ്കിൽ 2 to 4 പോയിന്റ്സ് അങ്ങനെയൊക്കെ ചോദിക്കുക. അതല്ലെങ്കിൽ അതിൽ പറഞ്ഞ കാര്യം അങ്ങനെ അല്ലാതെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പബ്ലിക് എക്സാമിന് ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ് ചോദിച്ചേക്കാം. ഹെൽത്ത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സ്കൂൾസ്, ഇതൊക്കെ എഴുതണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. ഇമ്പോർട്ടൻസ് ഓഫ് വാക്കിങ്ങും എക്സസൈസും ഒക്കെ ഈ പോയിന്റ്സിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് വാക്കിംഗ് അല്ലെങ്കിൽ എക്സസൈസ്? ഇറ്റ് സ്ട്രെങ്തൻസ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. ഇറ്റ് ഷാർപ്പൻസ് യുവർ മെമ്മറി. ഇറ്റ് ഹെൽപ്സ് യു ഇൻ ബ്ലഡ് സർക്കുലേഷൻ. ഇറ്റ് ഹെൽപ്സ് യു ഇൻ ഡൈജഷൻ. ഇറ്റ് റെഡ്യൂസസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇറ്റ് ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റി. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ അവിടെ എക്സാം ഹോളിൽ നിന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. മറ്റിതെല്ലാം പോയിന്റ്സിൽ നിന്ന് ആലോചിക്കുമ്പോഴേക്കും നമുക്ക് 2.5 മണിക്കൂർ തികയാതെ വരും 80 മാർക്കിന് എഴുതാൻ. അത്യാവശ്യം നല്ല രീതിക്ക് എഴുതണം. നമ്മൾ 10ാം ക്ലാസ് എഴുതിയ പോലെ എങ്ങനെ അല്പം എഴുതി കഴിഞ്ഞാൽ മുഴുവൻ മാർക്കൊന്നും +1 +2 കിട്ടില്ല. കാരണം നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും. പിന്നെ A+ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴും ഇംഗ്ലീഷ്. +1 +2 കേട്ടോ. 10ാം ക്ലാസ്സിലത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. അത് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഐഡിയാസൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ആ ലെസൺസ് 3 ലെസൺസാണ് ഈ ലാസ്റ്റ് യൂണിറ്റുള്ളത്. അത് ഒരുമിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം അത് 3ഉം കണക്റ്റഡ് ആയിട്ട് ചോദിക്കാനാണ് ചാൻസ്. അതുകൊണ്ട് ദ സൈബർ സ്പേസ്, ഈ സൊസൈറ്റി ഡെഡ്, കോൺസെപ്ച്വൽ ഫ്രൂട്ട്. അതിൽ ഈ സൊസൈറ്റി ഡെഡ് എന്നുള്ളതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആവാറുണ്ട് കുട്ടികൾക്ക്. കൺഫ്യൂഷൻ ആവണ്ട, അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരില്ല. ഐപോഡിനെ പറ്റിയൊന്നും ചോദിക്കില്ല, അത് മൊബൈൽ ഫോണിനെ പറ്റി ചോദിക്കുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത്. പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ എസ് ചോദിക്കും, പാരഗ്രാഫ് ചോദിക്കും, ബ്ലോഗ് ചോദിക്കും, റൈറ്റപ്പ് ചോദിക്കും, ഇൻ്റർനെറ്റ് എന്തിനെക്കുറിച്ച് ഓഫ് ഇൻ്റർനെറ്റിൻ്റെ പ്രോസും കോൺസും അല്ലെങ്കിൽ എസ് എ, പാരഗ്രാഫ്, ബ്ലോഗ്, റൈറ്റപ്പ് ചോദിക്കും. മൊബൈൽ ഫോണിൻ്റെ പ്രോസും കോൺസും എസ് എ, പാരഗ്രാഫ്, ബ്ലോഗ്, റൈറ്റപ്പ് ചോദിക്കും. അതല്ലെങ്കിൽ ടെക്നോളജി, സോഷ്യൽ മീഡിയ, ഇതിൻ്റെ ഒക്കെ പ്രോസോ കോൺസോ, അതിപ്പോൾ 2 പ്രോസ് 2 കോൺസ് അല്ലെങ്കിൽ 4 പോസിറ്റീവ് 4 നെഗറ്റീവ്, 2 പോസിറ്റീവ് 2 നെഗറ്റീവ്. ചോദ്യം ശരിക്കും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത് ആൻസർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചോദിച്ചേക്കാം. ഇനി ഹൗ ടെക്നോളജി ഹെൽപ്സ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ പീപ്പിളെ എങ്ങനെയാണ്, ജനങ്ങളെ എങ്ങനെയാണ് പിന്നെ ഇൻ്റർനെറ്റ്, ടെക്നോളജി, സോഷ്യൽ മീഡിയ ഒക്കെ പിന്നെ സഹായിക്കുന്ന ചോദ്യം വരും. ഗ്രേറ്റയുടെ നമുക്കറിയാലോ ലാസ്റ്റ് ലെസന് കൺസെപ്റ്റൽ ഫ്രൂട്ട്. ഗ്രേറ്റൊക്കെ എന്താണ്, ഫാദർ എന്താണ് കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം കൊടുക്കുന്നത് എന്താണ്, ഇങ്ങനെ പിന്നെ അത്തരമൊരു ലോകം, ഒരു പുതിയ ലോകം വെച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ സഹായിക്കും എന്നൊക്കെ ചോദ്യം വരാം. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രേറ്റ ചാൻസ് കുറവാണ്. ഗ്രേറ്റയുടെ ക്യാരക്ടർ സ്കെച്ച് വരാൻ ചാൻസ് കുറവാണ്. 2-4 മാർക്കിനൊക്കെ വരുള്ളൂ വന്നാൽ തന്നെ കേട്ടോ. ഇനി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഇൻ്റർനെറ്റ്, ടെക്നോളജി, മൊബൈൽ ഫോൺ.
അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ഇൻ്റർനെറ്റിന് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക, ടെക്നോളജിക്ക് വേണ്ടി സെലക്ട് ചെയ്യുക, മൊബൈൽ ഫോണും. അപ്പോൾ പോസിറ്റീവ്സും ഉണ്ട്, ശേഷം നെഗറ്റീവ് ഉണ്ട്. ഓരോന്ന് പെട്ടെന്ന് വായിക്കാം. പോസിറ്റീവ്സ് എന്തൊക്കെ നോക്കാം. ഇറ്റ് മേക്സ് ദ വേൾഡ് ഫാസ്റ്റർ ആൻഡ് ക്വിക്കർ. ലോകത്തെ വേഗതയുള്ളതാക്കി. ഇറ്റ് ഇനേബിൾസ് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ ഓർ ഇൻഫർമേഷൻ ബൂം. അതായത് അറിവിൻ്റെ വിസ്ഫോടനം, വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ഈ അറിവ് എല്ലായിടത്തും എത്തി അല്ലേ. ഇൻ്റർനെറ്റും ടെക്നോളജി മൊബൈൽ ഫോണൊക്കെ ഉള്ളത് കൂടി അറിവ് എല്ലാവർക്കും എത്തി. ഇറ്റ് ഹെൽപ്സ് ഇൻ സയൻസ് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സയൻസിലും ടെക്നോളജിയും കമ്മ്യൂണിക്കേഷനിലൊക്കെ ഇത് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ആൻഡ് ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ്. ഇത് സ്റ്റുഡൻസിനെയും ഭിന്നശേഷിക്കാരായ ആൾക്കാരെയും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആൾക്കാരെയും സഹായിക്കുന്നു. ടെക്നോളജി മേക്സ് തിങ്സ് ചീപ്പർ ആൻഡ് ആക്സസിബിൾ ടു ഓൾ. എല്ലാവരിലേക്കും ടെക്നോളജി കാര്യങ്ങൾ എത്തിക്കുന്നു. അതുപോലെ തന്നെ വസ്തുക്കളുടെ പ്രൊഡക്ഷൻ കൂടി, സാധനം വില കുറച്ച് കിട്ടും ടെക്നോളജി ഉള്ളത് കൊണ്ട്. ഇനി ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഫ്രം റിമോട്ട് ഏരിയാസ് ടു ഗെറ്റ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. പിന്നെ ദൂരദിക്കിലുള്ള ആൾക്കാർക്ക് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടെക്നോളജിയിലൂടെ കിട്ടുന്നു. ട്രാവൽ ഹാസ് ബിക്കം ചീപ്പർ. യാത്ര വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ടെക്നോളജിയും ഒക്കെ ഉള്ളത് കൊണ്ട്. ലാംഗ്വേജ് ലേണിംഗ് ഹാസ് ബിക്കം ചീപ്പർ. ഭാഷാ പഠനം എളുപ്പമായി. ഇതൊക്കെ പോസിറ്റീവ് തന്നെയാണ് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് മാർജിനലൈസ്ഡ് പീപ്പിൾ ടു ഗെറ്റ് ടു ദ മെയിൻ സ്ട്രീം ഓഫ് ദ സൊസൈറ്റി. അതായത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട വോയിസ് ഇല്ലാത്ത ആൾക്കാർക്ക് വോയിസ് ഉണ്ടായി. അവരെ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീം മുഖ്യധാരയിലേക്ക് ടെക്നോളജി കൊണ്ടുവന്നു, മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. അതായത് പിന്നെ സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും പിന്നാക്കാവസ്ഥയിലുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവന്നു എന്നാണ് അത് ഉദ്ദേശിച്ചത്. കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം ചീപ്പർ ആൻഡ് ഫാസ്റ്റർ. കമ്മ്യൂണിക്കേഷൻ വളരെ ചീപ്പറായി, ഫാസ്റ്ററായി. ഇറ്റ് പ്രൊവൈഡ്സ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ IT ഫീൽഡ്സ്. IT ഫീൽഡിൽ കൂടുതൽ അവസരങ്ങൾ നൽകി. ഇറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് ബിസിനസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. സംരംഭകത്വമാണ് ഓൺട്രപ്രണർഷിപ്പ്. ഒരുപാട് സംരംഭകരുണ്ടായി. അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും ഉണ്ടായല്ലോ, ഒക്കെ എഴുതാം. ഇറ്റ് വൈപ്സ് ഔട്ട് ലാംഗ്വേജ് ബാരിയേഴ്സ് ത്രൂ ഗൂഗിൾ ഓർ AI ട്രാൻസ്ലേഷൻ. ഭാഷയിലുള്ള ബാരിയർ അത് തുടച്ചു മാറ്റുകയാണ് ഗൂഗിൾ ട്രാൻസ്ലേഷനിലൂടെ അല്ലെങ്കിൽ AI ട്രാൻസ്ലേഷനിലൂടെ. നമുക്കറിയാം ഇപ്പോൾ ഇന്ന് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ മൊബൈൽ ഫോണിൽ എന്താണ്, ഇപ്പോൾ നമുക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി, അപ്പോൾ അവിടെയുള്ള ആൾക്ക് എന്താണ് അത് ഹിന്ദിയിൽ എത്തിക്കോളും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടുന്ന് ഹിന്ദി പറയുമ്പോൾ നമുക്ക് ഹിന്ദി മനസ്സിലാവുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുമെങ്കിൽ ഇംഗ്ലീഷിലൂടെ താമസിയാതെ ഇനി മറ്റ് ഫോണുകളൊക്കെ അത് ആഡ് ചെയ്യുകയും പ്രാദേശിക ഭാഷകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മലയാളവും തമിഴും തെലുങ്കും കന്നഡയൊക്കെ വരുമായിരിക്കാം ഇതുപോലെ. അപ്പോൾ ഇതൊക്കെ ടെക്നോളജിയിലൂടെ മൊബൈൽ ഫോണിലൂടെ എന്താണ് നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, പീപ്പിൾ ഹാവ് ഗോട്ട് എ പ്ലാറ്റ്ഫോം ടു ഷോക്കേസ് ദെയർ ക്രിയേറ്റിവിറ്റി. നമുക്കറിയില്ലേ സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ എന്താണ് ആൾക്കാർക്ക് പിന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടി. സോ നെക്സ്റ്റ് നെഗറ്റീവ്സ് നോക്കാം. അപ്പോൾ ഇത്രയും പോസിറ്റീവ്സാണ് പറഞ്ഞത്, ഇഷ്ടംപോലെ നെഗറ്റീവ് ഉണ്ട്. ഇതിപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്നും എഴുതണ്ട കേട്ടോ. അത് ഒരു എസ്സേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ 4 പോയിന്റ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 6 പോയിൻ്റൊക്കെ എഴുതാം. 2 പോയിന്റ് ചോദിച്ചാൽ 4 പോയിന്റ് എഴുതാം കേട്ടോ. സോ നെഗറ്റീവ്സ്, പീപ്പിൾ ഓർ സ്റ്റുഡൻസ് ആർ ബിക്കമിങ് ലേസി. നമുക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാമല്ലോ, ഇപ്പോൾ നിങ്ങളൊക്കെ നന്നായിട്ട് മടിയന്മാരായിട്ടുണ്ടാവും, വായന കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് കാരണം? ടെക്നോളജി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റിൻ്റെ കാര്യം, സോഷ്യൽ മീഡിയ കൊണ്ട് കിട്ടുന്ന ഒരു പ്രശ്നമാണത്. സ്റ്റുഡൻസ് ആർ ഡിസ്ട്രാക്റ്റഡ് ഫ്രം ദെയർ സ്റ്റഡീസ്. പഠനത്തിൽ നിന്നും കുട്ടികൾ വളരെയധികം പിന്നാക്കം പോയി. സ്റ്റുഡൻസ് പ്രിഫർ വാച്ചിങ് വീഡിയോസ് ടു റീഡിങ് ബുക്സ്. പുസ്തകം വായനല്ല, എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പുസ്തകം വായിക്കുന്നില്ലല്ലോ, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇറ്റ് കിൽസ് അവർ ടൈം. നമ്മുടെ സമയത്തെ കൊല്ലുന്നു. അപ്പോൾ പഠനാവശ്യങ്ങൾക്കാണെങ്കിൽ വലിയ പ്രശ്നമല്ല. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഇരുന്ന് റീൽസ് കണ്ടിട്ട് ഇപ്പോൾ എന്താ കാര്യം, സമയം കളയാമെന്നല്ലാതെ അത് പ്രശ്നമാണ്. അടുത്തത്, പീപ്പിൾ ആർ ബിക്കമിങ് സ്യൂഡോ സോഷ്യൽ. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ അത്ര സോഷ്യലാണോ? അല്ലല്ലോ, വെറുതെ പറയാം. അതായത് യഥാർത്ഥത്തിൽ ആൾക്കാരോട് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫുൾ ടൈം ഉണ്ടാവും. അപ്പോൾ അതൊരു സ്യൂഡോ സോഷ്യലാണ്, യഥാർത്ഥ സോഷ്യലല്ല. സ്റ്റുഡൻസ് ആർ ബിക്കമിങ് ലെസ് ക്രിയേറ്റീവ് ആസ് ദേ ടെൻഡ് ടു കോപ്പി. ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താണ്, അവർ നേരെ ഇൻ്റർനെറ്റ് പോയിട്ട് തിരയാണ്, കോപ്പി അടിക്കുക ചെയ്യണത്. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതാവുന്നു. സോ മണി സ്കാംസ് ആർ കോമൺ. അപ്പോൾ പിന്നെ പണത്തിനെ വെച്ചിട്ടുള്ള ഒരുപാട് തട്ടിപ്പുകളുണ്ട്, അതൊക്കെ കൂടുന്നുണ്ട് അല്ലേ. പ്ലെജറിസം ഹാസ് ബിക്കം കോമൺ. പ്ലെജറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സിനിമ, ഒരു ടെലിഫിലിം നമ്മൾ കോപ്പി അടിച്ച് നമ്മുടേതാക്കുമ്പോൾ അതിനെ പ്ലെജറിസം എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്കറിയില്ല, പ്രൊജക്റ്റ് സ്വന്തമായിട്ട് എഴുതുന്നതൊക്കെ നിങ്ങൾ കോപ്പി അടിച്ച് വെക്കും, ഡിസർട്ടേഷൻ വേറെല്ലാവരുടെ എടുത്തിട്ട് സ്വന്തമായി കോപ്പി അടിച്ച് വെക്കും. അതൊക്കെ പ്ലെജറിസം, അതൊക്കെ കോമൺ ആവാൻ കാരണം ഇതാണ് അല്ലേ. ഇനി ഇറ്റ് അഫക്ട്സ് സ്റ്റുഡൻസ് ഐസൈറ്റ് ആൻഡ് ബ്രെയിൻ പറയാം. നെക്സ്റ്റ്, സ്പ്രെഡിങ് ഓഫ് ഫേക്ക് ന്യൂസ്. ഫേക്ക് ന്യൂസ് അതായത് തെറ്റായ വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നു. പീപ്പിൾ ഓർ സ്റ്റുഡൻസ് ആർ ബിക്കമിങ് മെൻ്റലി ടയേർഡ്. ഒബീസ് പൊണ്ണത്തടി കൂടുന്നു. അതുപോലെ തന്നെ മെൻ്റലി ടയേർഡ് ആവുന്നു സ്റ്റുഡൻസും ആൾക്കാരൊക്കെ. അതുകൊണ്ട് പീപ്പിൾ ഡു നോട്ട് ഗെറ്റ് പ്രോപ്പർ സ്ലീപ്പ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്
എന്താണ് പറയുക, നമുക്ക് ഉറങ്ങാനും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നെഗറ്റീവാണ്. അപ്പോൾ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ബേസ് ചെയ്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് +1 ഇംഗ്ലീഷ് ആനുവൽ എക്സാമിനും മോഡലിനൊക്കെ വരാൻ ചാൻസ് ഉള്ള എല്ലാ ലെസനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ പറഞ്ഞത്. നിങ്ങളിനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാർച്ച് നോക്ക്, ഈ പോയിന്റിൽ നിന്നൊക്കെ 95% ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇതിന് പുറമെ അൺഎക്സ്പെക്റ്റഡ് ആയ ക്വസ്റ്റ്യൻസും വരും, പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, സമ്മറി എല്ലാത്തിൻ്റെയും വായിക്കുക, എല്ലാ ഡിസ്കോഴ്സുകളെയും ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക, ആൻസർ ചെയ്ത് നോക്കുക. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഓൾ എക്സാംസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.